അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ KRCBC വിശ്വാസ പരിശീലന കമ്മീഷന്റെ പേരിലും ഹൃദയപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ രൂപതകളിൽ നിന്നായിട്ട് വിശ്വാസ പരിശീലന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാത്യു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഫാമിലി കാറ്റക്കേസിസ് എന്ന് പറയുന്ന ഒരു വിഷയം ചെറിയ രീതിയിൽ നമ്മൾ ഇന്ന് കാണുകയായിരിക്കും. ഞാനിന്ന് ചെയ്യുക ഫാമിലി കാറ്റക്കേസിസ് അതെന്താണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഫാമിലി കാറ്റക്കേസിസിനെ കുറിച്ച് എന്ത് പറയുന്നുവെന്നും സഭയുടെ തന്നെ ഡോക്യുമെന്റ്സുകൾ ചിലത് എന്തെങ്കിലും ഫാമിലി കാറ്റക്കേസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ ആ പറയുന്ന സമയത്ത് എവിടെയൊക്കെ ഊന്നൽ നൽകി ഫാമിലി കാറ്റക്കേസിസ് നമ്മൾ ചെയ്യണമെന്നാണ് സഭ ജനറലി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. പിന്നെ നമുക്ക് കുറച്ചധികം ഡോക്യുമെന്റ്സിപ്പുകൾ ഉണ്ട് ഈ ഫാമിലി കാറ്റക്കേസിസിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതും അതിങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് നമ്മളോട് പറയുന്നതുമായ കുറെ. പക്ഷെ മലയാളത്തിലേക്കൊന്നും വലുതായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടില്ല നമ്മളുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും നമ്മളിപ്പോ നോട്ട്സുകൾ എടുക്കുമ്പോൾ പോലും ഇംഗ്ലീഷിലുള്ളത് നമ്മൾ എടുത്തിട്ട് പിന്നെ ഒരു മലയാളത്തിലേക്ക് പറഞ്ഞ് സംസാരിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കും, എന്നിട്ട് അതിന്റെ മലയാളം പറഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ ഈ ഫാമിലി കാറ്റക്കേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏകദേശം 9:30 സമയം വരെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് സാധിക്കുന്ന അത്രയും പറഞ്ഞു പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ നേരത്തെ നിർത്തി കഴിഞ്ഞാൽ അത്രയും നേരത്തെ നമ്മൾ നിർത്തും. ഫാമിലി കാറ്റക്കേസിസിന് ഒരു ഡെഫിനിഷൻ പറയുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നത് ഈ വത്തിക്കാൻ സിറ്റി ലൊസർവത്തർ റൊമാനോ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു പത്രം അറിയാവുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി കാറ്റക്കേസിസിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫെയ്ത്ത് എഡ്യൂക്കേഷൻ ഫാമിലി ഈസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദ പേഴ്സൺ ഈസ് എഡ്യൂക്കേറ്റഡ്. നമ്മൾ മതബോധനങ്ങളും പല മേഖലകളും ചെയ്യുന്നതാണ്. പക്ഷെ സഭയുടെ ഒരു കാഴ്ചപ്പാടില് ഈ ഫെയ്ത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഫാമിലിനെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫാമിലിയിലാണ് ആദ്യമായിട്ട് ഒരാള് വിശ്വാസപരമായ കാര്യങ്ങളിൽ പഠിപ്പിക്കപ്പെടേണ്ടത്, പരിശീലിപ്പിക്കപ്പെടേണ്ടത്. അപ്പൊ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് ഏറെ പ്രത്യേകിച്ച് ഒരു മതബോധനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ടെങ്കിലും സഭയുടെ ഡോക്യുമെന്റുകളും കൃത്യമായിട്ട് പറയുന്നത് അവിടെയാണ് ആദ്യമായിട്ട് ഒരു ആള് ഒരു മതബോധനം നൽകപ്പെടേണ്ട ഒരു ഇടമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സുകൾ ഡീൽ ചെയ്യുമ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ ക്രിട്ടിക്കലി നമുക്കൊരു ചോദിക്കാവുന്ന ഒരു ചോദ്യം, എത്രമാത്രം ഈ ഫസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്ന ഫാമിലിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ഒരു മതബോധന സിസ്റ്റം തന്നെ നോക്കിയാലും നമ്മളുടെ ഒരു മെജോറിറ്റി ടൈം ഞായറാഴ്ചത്തെ ഒരു സൺഡേ കാറ്റക്കേസിസ് അതിൽ നമ്മൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് നൽകുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്, അതൊരു ഫോമാണ്. അത് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ട് നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള സഭ, പ്രത്യേകിച്ച് യൂറോപ്യൻ സഭകളിൽ ഇതില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കോൺട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾക്ക് ദൈവകൃപയാല് ഇന്ത്യൻ ചർച്ചിലുണ്ട്. ഇന്ത്യൻ ചർച്ചിൽ തന്നെയും കേരള സഭയിൽ വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ഒരു സൺഡേയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റക്കേസിസ് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അത് നമ്മൾ ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം പേരും ആ ഒരു മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴും ആ ഒരു കോണ്ടസ്റ്റ് സഭ പരിഗണിക്കെ തന്നെ സഭ ഏറ്റവും അധികമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി എന്നും പറഞ്ഞ് കാണുന്നത് നമ്മളുടെ കുടുംബത്തെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. നമ്മൾ കാറ്റക്കേസിസ് കുട്ടികൾക്ക് ചെയ്യുന്ന അവസരത്തിലായാൽ പോലും എത്രമാത്രം അതിലേക്ക് കുടുംബങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന ഒരു പക്ഷേ നല്ലതായിരിക്കും. നമ്മളൊരു രൂപത അടിസ്ഥാനത്തിൽ തന്നെ കുടുംബങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിയൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ ഫാമിലി മിനിസ്ട്രി പോലുള്ള ശുശ്രൂഷ സമിതികളുണ്ട്. അപ്പൊ അതുപോലുള്ള മിനിസ്ട്രികൾ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യുന്ന സൺഡേ കാറ്റക്കേസിസിനോട് യോജിപ്പിച്ചുകൊണ്ട് ഈ ഫാമിലി കാറ്റക്കേസിസ് കൂടി പ്രായോഗികമാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കൂടിയൊക്കെ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. അപ്പൊ എന്ത് തന്നെയാണേലും ഫാമിലി കാറ്റക്കേസിസിന് ഫസ്റ്റ് പ്ലേസ്, ആദ്യം ഒരു വിശ്വാസത്തിന്റെ ഒരു ഫോർമേഷൻ നടക്കുമ്പോൾ ഒരു ആദ്യത്തെ പ്ലേസ് എന്നും പറഞ്ഞാണ് സഭ തന്നെ നോക്കിക്കാണുന്നത്. പിന്നെ ഈ ഫാമിലി കാറ്റക്കേസിസിനെ കുറിച്ച് ഏറ്റവും അധികം കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തന്നെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, കാറ്റക്കേസി
ത്രദാന്ത എന്നാണ് ആ ഡോക്യുമെന്റിനെ വിളിക്കുന്നത്. അത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫെമിലിയാരിസ് കൊൺസോർഷ്യം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റും ഉണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ എടുക്കുന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഫാമിലി കാറ്റക്കേസിസ് പ്രൊസീഡ്സ്, അക്കംപനീസ് ആൻഡ് എൻറിച്ചസ് ഓൾ അതർ ഫോംസ് ഓഫ് കാറ്റക്കേസിസ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കുടുംബ വിശ്വാസ പരിശീലനത്തെ കുറിച്ച് പറയുകയാണ്. ആ വിശ്വാസ പരിശീലനം ഏതൊരു വിശ്വാസ പരിശീലനത്തിന് മുൻപേ വരുന്നു. അദ്ദേഹം പറയുകയാണ്, ഇപ്പൊ നമ്മളുടെ ഒരു സൺഡേ കാറ്റഗേസിസ് എന്ന് പറയുന്ന അതൊരു വിശ്വാസ പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ തിരുബാല സഖ്യം വിശ്വാസ പരിശീലന കാറ്റഗേസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനം തന്നെയാണത്. വേണമെങ്കിൽ നമ്മളുടെ ജീസസ് യൂത്ത്, KCYM, നമ്മളുടെ സംഘടനകൾ, ഇതിനെല്ലാം നമ്മൾക്ക് കാറ്റഗേസിസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. ആഫ്റ്റർ ഓൾ നമ്മൾ വചനം അവിടെ പറയാറുണ്ട്. ആ വചനം പറയുന്നതും കുട്ടികളെ കൊണ്ട് നല്ലൊരു സാമൂഹിക അപരസ്നേഹം ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ഈ കാറ്റഗേസിസിന്റെ കീഴിൽ വരുമെന്നുള്ളതാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാമിലി കാറ്റഗേസിസ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡിഫൈൻ ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാമിലി കാറ്റഗേസിസ് എന്ന് പറയുന്നത് പ്രൊസീഡ്സ്, ഇതിനെല്ലാത്തിനും മുൻപേ വരുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ അത് ആദ്യം അവിടെയാണ് സംഭവിക്കേണ്ടത്, അവിടെ സംഭവിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അക്കംപനീസ്, അതായത് പിന്നീട് എന്തൊക്കെ വരുന്നോ, നമ്മളിപ്പോ സൺഡേ കാറ്റഗേസിസ് ചെയ്താലും അതിനത് അക്കംപനി ചെയ്യണം. ഫാമിലി കാറ്റഗേസിസ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവര് അതിനെ അക്കംപനി ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത് അക്കംപനി ചെയ്യുന്നു. ആൻഡ് എൻറിച്ചസ്, അത് മറ്റ് കാറ്റഗേസിസിനെ അത് എൻറിച്ച് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സഭ നോക്കിക്കാണുക, ഫാമിലി കാറ്റഗേസിസ് എന്ന് പറയുമ്പോൾ മറ്റെല്ലാ കാറ്റഗറി, നമ്മൾ ചെയ്യുന്ന എല്ലാ കാറ്റഗേസിന്റെ മുൻപേ വരുന്ന ഒരു കാറ്റഗേസിസ് ആണ്. അത് മാത്രമല്ല മറ്റ് കാറ്റഗേസിന്റെ ഒപ്പം അതിനെ അക്കംപനി ചെയ്യുന്ന ഒരു വിശ്വാസ കൈമാറ്റം എന്നാണ് കാറ്റഗേസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. പരിശീലനത്തിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം കൈമാറുന്ന പ്രക്രിയയാണ് സത്യത്തില് കാറ്റഗേസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെ അക്കംപനി ചെയ്യുന്നു, പിന്നെ എൻറിച്ച് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടില് നമ്മൾ ഫാമിലി കാറ്റഗേസിസിനെ കാണേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും മാതാപിതാക്കളുടെയൊക്കെ വിചാരം ഈ സൺഡേ ക്ലാസ് ഒക്കെ കുറച്ച് അധ്യാപകരുടെയും വീട്ടിലുള്ള അല്ലെങ്കിൽ ഇടവകയിലെ വികാരിയസിന്റെയും ഉത്തരവാദിത്വമാണെന്ന് വിചാരിച്ചു പോകുന്ന കുറച്ച് പേരൻസ് എങ്കിലും ഉണ്ട്. പിന്നെ കുറെ പേരൻസ് എന്തായാലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് കാരണം ഞായറാഴ്ച വിടണം എന്നും പറഞ്ഞ് വിടുന്നവരുണ്ട്. കുറെ പേരൻസ് നിസ്സംഗരായിട്ട് ഇതിനോട് നോക്കി നിൽക്കുന്നവരും ഉണ്ട്. കുറെ പേരൻസ് വിടുന്നുണ്ടെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് കുറെ. പക്ഷേ നമ്മളുടെ ഏതൊരു സിസ്റ്റത്തെയും എൻറിച്ച് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ കുടുംബങ്ങൾ രൂപപ്പെടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ആ കുടുംബങ്ങളെ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ അവരിൽ ഇടപെടാൻ പറ്റണമെന്നുള്ള ഒരു സൂചനയാണ് അതിലൂടെ വരുന്നത്. അപ്പൊ അതാണ് ഒരിക്കൽ കൂടി അതിന്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഫാമിലി കാറ്റഗേസിസ് proceeds, accompanies and enriches all other forms of catechesis. അപ്പൊ ഇതൊരു ആദ്യത്തെ ഒരു കാറ്റഗേസിസ് നടക്കേണ്ട ഒരു പ്ലേസ് ആണെന്ന് സഭ അതിനെ നോക്കിക്കാണുന്നു. ഫാമിലി കാറ്റഗേസിസിനെ അങ്ങനെ നോക്കിക്കാണുന്നത് പോലെ തന്നെയും അതിന് മറ്റെന്തിനേക്കാൾ മുമ്പേ വരുന്നതും അതിനെ അക്കമ്പനി ചെയ്യുന്നതും മറ്റെല്ലാ കാറ്റഗേസിസിനെയും എൻറിച്ച് ചെയ്യേണ്ട ഒരു കാറ്റഗേസിസ് അല്ലെങ്കിൽ ഒരു മേഖലയായിട്ടാണ് ഫാമിലി കാറ്റഗേസിസിനെ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി കാറ്റഗേസിസ് ഉണ്ടെന്ന് കരുതി വേറൊരു കാറ്റഗേസിസിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന സൺഡേ കാറ്റഗേസിസ് ഈ പറയുന്ന പോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മളുടെ യുവാക്കൾക്ക് വേണ്ടിയുള്ള ജീസസ് യൂത്ത്, ഈ പറയുന്ന KCYM, ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. തിരുബാല സഖ്യം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാത്തിനെയും ഈ പേരൻസിന്റെ സഹകരണം, അല്ലെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഇടവകയില് ഈ അധ്യാപകരല്ലെങ്കിൽ വൈദികർ തന്നെയും അടുത്തുപോയാൽ ഇതൊക്കെ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന തലത്തിലേക്ക് നമ്മളെ കുടുംബങ്ങളെ കൊണ്ടുവരിക, അവർക്കൊരു ബോധ്യം ജനിപ്പിക്കുക. അങ്ങനെ ഒരു ബോധ്യം ജനിപ്പിക്കുന്നതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഫാമിലി കാറ്റഗേസിസ് എന്ന് വിളിക്കാം. അപ്പൊ ആ കുടുംബങ്ങളെ ആ ഒരു രീതിയിലേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ് ഫാമിലി കാറ്റഗേസിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ജോൺ പോൾ സെക്കൻഡ് തന്നെയും ഈ കാറ്റഗേസി ത്രദാന്ത എന്ന് പറയുന്ന ഡോക്യുമെന്റില് ഈ പറയുന്ന കാറ്റഗേസിസിന്, ഈ ഫാമിലി കാറ്റഗേസിസിനെ ഡിഫൈൻ ചെയ്യുന്ന അദ്ദേഹം, കാറ്റഗേസിസ് ഈസ് ആൻ എഡ്യൂക്കേഷൻ ബൈ പേരൻസ് which begins from the children's
tenderest age and grows in faith and perseveres throughout a day-to-day life witness lived in accordance with the gospel. അതായത് ചുരുക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുഞ്ഞുങ്ങളുടെ ആരംഭഘട്ടം, അവരുടെ ജീവിതത്തിന്റെ ആരംഭഘട്ടം മുതൽ അനുദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തില് അവരുടെ ജീവിത അവസാനം വരെയും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മൾക്ക് ഇവിടേക്ക് വളരെ ക്രിയേറ്റീവായിട്ടൊരു ഇൻവോൾവ്മെന്റ് നടത്താവുന്ന ചില മേഖലകള് നമ്മളുടെ മതബോധനമൊക്കെ ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊരു 6 എത്ര വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7 വയസ്സ് തികഞ്ഞ ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? എനിക്ക് തോന്നുന്നു 7-8 വയസ്സാണെന്ന് തോന്നുന്നത്. ആ സമയത്താണ് ഇപ്പൊ സ്കൂളുകൾ പോലും നമ്മളുടെ മതബോധനത്തിലേക്ക് വരുന്നതേ. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു സ്റ്റേജ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ആബ്സെന്റ് ആണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനുമായിട്ട് നമ്മൾക്കൊരു പ്ലേസ് ഇല്ല. അപ്പൊ നമ്മൾക്ക് കാറ്റഗിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു ക്രിയേറ്റീവ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനൊരുവിധം ബോധം വന്നു കഴിയുമ്പോൾ 1-ാം ക്ലാസ്സിലാണ് മതബോധനത്തിൽ ആദ്യം വരുന്നത്. നമ്മൾ ആദ്യം കുഞ്ഞിനെ അഡ്രസ്സ് ചെയ്യുന്നതും ഒരു 6 വയസ്സ് 7 വയസ്സ് ആകുമ്പോഴാണ്. പക്ഷെ ഈ 7 വയസ്സ് വരെ എന്ത് എന്നുള്ളത് ഇപ്പോഴും കേരള സഭയുടെ മുമ്പിലും ചോദ്യചിഹ്നമാണ്. 7 വയസ്സ് വരെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു? അവന്റെ വിശ്വാസ കൈമാറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ ഫാമിലിനെ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു? നമ്മളുടെ എല്ലാ കുടുംബങ്ങൾക്കും ഈ വയസ്സ് വരെ ഇത് നിർണായകമാണല്ലോ. വിശുദ്ധ അഗസ്തീനോസ് പറയാറുണ്ട്, ഫ്രാൻസിസ് ഉണ്ണിഹോം പറയാറുണ്ട്, ഈ 7-8 വയസ്സ് കഴിഞ്ഞ് എന്റെ കയ്യിൽ കൊച്ചുങ്ങളെ തരല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ പറയുന്നതാണ്. അവർ പറഞ്ഞതാണ് കുഞ്ഞുങ്ങളുടെ സൈക്കോളജി പരിഗണിച്ചുകൊണ്ട്. ഫ്രാൻസിസ് പുണ്യാളൻ, നമ്മൾ ഇവിടേക്ക് വിശ്വാസം നൽകിയെന്ന് പറയുന്ന ഫ്രാൻസിസ് പുണ്യാളൻ പറഞ്ഞൊരു വാക്കാണ്, 7-8 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എന്റെ കയ്യിലേക്ക് നൽകിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, ഓൾറെഡി വീണ ഫൗണ്ടേഷന്റെ മേലെ എന്തെങ്കിലും ചെയ്യാനേ എനിക്കുള്ളൂ. അതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണത്. അത് ആത്മീയതലത്തിൽ മാത്രം ഒതുക്കണ്ട. നമുക്കറിയാം ഒരു 7-8 വയസ്സെന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ വീണ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ മേലെ പിന്നെ നമ്മൾ എന്തിട്ടെന്ന് പറഞ്ഞാലും ആ ഫൗണ്ടേഷൻ എന്തുമാത്രം ഉണ്ട് അതിന്റെ മേലെ അത് പോകുകയുള്ളൂ. എന്നാലും നമ്മളുടേത് അൺഅറ്റൻഡഡ് ആണ്. 6 വയസ്സ് വരെ 7 വയസ്സ് വരെ കുട്ടി എവിടെ, കുട്ടി എന്ത് ചെയ്യുന്നു, കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ഫാമിലി മിനിസ്ട്രി അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മളുടെ എല്ലാ രൂപതകളിലും ഫാമിലി മിനിസ്ട്രി അത് അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്ന്. മതബോധനം അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതബോധനവും അഡ്രസ് ചെയ്യുന്നില്ല ഒരു കാരണവശാലും. കാര്യം മതബോധനം 6-7 വയസ്സ് മുതലുള്ള കൊച്ചിനെ മാത്രമേ മതബോധനം കാണുന്നുള്ളൂ. BCCകളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രായോഗികമായിട്ടൊന്നും കാണുന്നില്ല. അതേസമയം ഈ ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ച് പറയുമ്പോൾ സഭ പറയുകയാണ് ആ കുഞ്ഞിന്റെ ആ ടെൻഡർ സ്റ്റേജ് മുതൽ ആരംഭിക്കുന്നതാണിത്. അത് എന്നിട്ട് ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തില് അനുദിന ജീവിതത്തിൽ കടന്നു പോകുന്നു. അതിന് ഒരു അവസാനവും ഇല്ല. ശ്വാസം നിലയ്ക്കുന്നത് വരെയും നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് സഭ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫാമിലി കാറ്റഗൈസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ലൈഫ് ലോങ് കാറ്റഗൈസിസ് ആണ്. നമ്മുടെ സൺഡേ കാറ്റഗൈസിസ് ഒരുപക്ഷെ ഒരു 12 വർഷം കൊണ്ട് നമ്മൾക്ക് നിൽക്കും. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ കാറ്റഗൈസിസും ഒരുപക്ഷെ ഒരു 4-5 വർഷത്തേക്ക് അവരെ നമ്മളുടെ കയ്യിൽ കിട്ടുമായിരിക്കും. ഫാമിലി കാറ്റഗൈസിസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഫാമിലി കാറ്റഗൈസിസ് കുഞ്ഞിന്റെ ജനിക്കുന്നതിന് മുമ്പേ മുതൽ തുടങ്ങണമെന്ന് അവരാണ് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. ഈ ഉദരത്തിലായിരിക്കുമ്പോഴേ അഡ്രസ് ചെയ്തു തുടങ്ങണം. അപ്പൊ അവിടെ മുതലേ തുടങ്ങുന്നു. ഈവൻ മരണ വീട്ടിൽ പോലും, അതായത് ആ കുഞ്ഞ് പ്രായമായി മരിച്ചു കഴിഞ്ഞാൽ ആ മരിപ്പിനെ പോലും എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് കുടുംബങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന തലത്തിലേക്ക് പോലും ഫാമിലി കാറ്റഗൈസിസ് നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ഫാമിലി കാറ്റഗൈസിസിൽ ഉണ്ട്. ഫാമിലി കാറ്റഗൈസിസ് എപ്പോൾ, എവിടെ, ഏത് സമയത്ത്, ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി കാറ്റഗൈസിസിന് അങ്ങനെ എൻഡൊന്നൊന്നുമില്ല. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾക്കത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മളുടെ യുവാക്കൾ കടക്കാൻ പോകുന്ന ഘട്ടം മുതൽ നമ്മൾക്ക് അവർ വിവാഹം രൂപീകരിക്കുന്നു, അവർക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഘട്ടം, കുഞ്ഞ് ജനിക്കുന്നു, പിന്നെ 6 വയസ്സ് വരെ നമ്മളുടെ 6 വയസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ നല്ലൊരു സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഈ വിവാഹ കോഴ്സ് എന്ന് പറയുന്നത് 3 ദിവസമേ ഉള്ളൂ എല്ലാ രൂപതകളിലും. വിവാഹ കോഴ്സിന് ശേഷം പിന്നെ ഇപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, ആദ്യത്തെ 6 വർഷമാണ് ഏറ്റവും നിർണായകം എല്ലാ കപ്പിൾസിന്റെയും ജീവിതത്തിൽ. ഈ കൊച്ചിന് 6 വയസ്സ് തികയുന്ന സമയം വരെ, കാര്യം അതിനുള്ളിൽ അടിച്ചു പിരിയാനുള്ളതൊക്കെ അടിച്ചു പിരിഞ്ഞിരിക്കും. 6 വർഷം കഴിയുകയാണെങ്കിൽ
ഫാമിലി ലൈഫ് കുഴപ്പമില്ലാതെ മുന്നോട്ടും പോകുന്നുണ്ട് ഒരു പരിധിവരെ. പക്ഷെ 6 വർഷമുള്ള സമയത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇവരുടെ ഏറ്റവും സന്തോഷത്തിന്റെയും അതേസമയം ഒരു 1-2 വർഷം കഴിയുമ്പോൾ വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലേക്കും വരുന്ന ഒരു ഘട്ടത്തില് സഭ എന്ത് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽമാരായ നമ്മൾക്കും ചോദിക്കാവുന്ന ഒരു ക്രിട്ടിക്കൽ ചോദ്യമാണ്. സഭയുടെ പ്രതിനിധികൾക്കും ചോദിക്കാൻ സാധിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ചോദ്യമാണ്. 1-2 ദിവസത്തെ ഈ പറയുന്ന സെമിനാറുകളും കോഴ്സുകളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നമ്മൾക്ക് എന്തായാലും തൽക്കാലമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഫാമിലി കാറ്റഗേസിസ് എന്ന് പറയുമ്പോൾ സഭ നോക്കിക്കാണുന്നത് വളരെ താല്പര്യത്തോടു കൂടിയാണ്. മറ്റെല്ലാ കാറ്റഗേസിസിനെയും അതിന് മുൻപേ സംഭവിക്കേണ്ട ഒരു കാറ്റഗേസിസ് ആയിട്ടും മറ്റെല്ലാ കാറ്റഗേസിസിനെയും അക്കമ്പനി ചെയ്യുന്ന ഒരു കാറ്റഗേസിസ് ആയിട്ടും മറ്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എൻറിച്ച് ചെയ്യുന്ന ഒരു കാറ്റഗേസിസുമായിട്ടാണ് ഫാമിലി കാറ്റഗേസിസിനെ സഭ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഫാമിലി കാറ്റഗേസിസ് ഏത് സമയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന സമയമൊന്നുമില്ല, ലൈഫ് ലോങ് ആണ്. ഒരു കുടുംബം രൂപീകരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന സമയം മുതൽ ഒരു പക്ഷേ മരണം സംഭവിക്കുന്ന ആ ഘട്ടം വരെയും നമ്മൾക്ക് ഇൻവോൾവ് ചെയ്യാവുന്ന അത്രയ്ക്ക് സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് ഫാമിലി കാറ്റഗേസിസിനെ സഭ നോക്കിക്കാണുക. ഇനി ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബൈബിള് തന്നെയും എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഫാമിലി കാറ്റഗേസിസ് അല്ലെങ്കിൽ ഈ കുടുംബങ്ങളെ ബൈബിളിൽ ദൈവം നന്നായിട്ട് പരിഗണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പൊ പഴയ നിയമം കാലഘട്ടം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഈ കുടുംബത്തിലൂടെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിള് വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഇപ്പൊ ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈബിളിനെ ചുരുക്കി ഈ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹിസ്റ്റോറിക്കൽ ബുക്സിന് മുമ്പുള്ളത് നമ്മൾ എന്തായാലും നോക്കും. ഹിസ്റ്റോറിക്കൽ ബുക്സിൽ ഞാൻ എന്തായാലും നമുക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു പോവാം. നമുക്ക് ആദ്യത്തെ മുതൽ തുടങ്ങാം. ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ പെന്ററ്റ്യൂക്ക് മുതൽ നമുക്കിന്ന് തുടങ്ങാം. പെന്ററ്റ്യൂക്കിൽ തന്നെയും പെന്ററ്റ്യൂക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 പുസ്തകമാണ്. ആദ്യത്തെ 5 പുസ്തകത്തില് ഇപ്പൊ ചരിത്രത്തില് ദൈവം ആദ്യം ആരുമായിട്ടാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരു കുടുംബത്തിലെ അപ്പനുമായിട്ടാണ് സംസാരിച്ചത്. അബ്രഹാം എന്ന് പറയുന്ന ആള് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് അബ്രഹാമാണ്. അബ്രഹാം നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം പുരോഹിതനല്ലായിരുന്നു. അബ്രഹാം ഈ പറയുന്ന ഒരു റബ്ബി അല്ലായിരുന്നു. അബ്രഹാം ഒരു ഫരിസേയനോ നിയമജ്ഞനോ ഒന്നുമല്ലായിരുന്നു. അപ്പോസ്തലന്മാര് പിന്നെ അത് പ്രവാചകന്മാര് പിന്നീട് വരുന്നതാണ്. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ട. അബ്രഹാം ബേസിക്കലി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം ഒരു കുടുംബത്തിലെ നാഥനായിരുന്നു. ദൈവം ആദ്യമായിട്ട് തന്റെ റെവലേഷൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഒരു കുടുംബത്തിലെ അപ്പനാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഫാമിലി കാറ്റഗേസിസിനെ നമ്മൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ കാണുകയാണ്. ദൈവത്തിന്റെ വീക്ഷണവും വിശുദ്ധ ഗ്രന്ഥം എന്തുമാത്രം ഒരു കുടുംബത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതിന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ കുടുംബങ്ങളെ ദൈവം ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബങ്ങളിലൂടെയാണ്, ഈ ജനറേഷൻസിലൂടെയാണ് വിശ്വാസം നമ്മളിലേക്ക് കൈമാറ്റം ചെയ്ത് പോരുന്നത് പോലും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കുടുംബത്തിലാണ് ദൈവം ആരംഭിക്കുന്നതും ആ കുടുംബത്തിലൂടെയാണ് കടന്ന് പോരുന്നതും. അതുകൊണ്ടാണ് ഈ പെന്ററ്റ്യൂക്ക് എന്ന് പറയുന്ന ആ പുസ്തകം എടുത്താൽ തന്നെയും ഈ അബ്രഹാം എന്ന് പറയുന്ന കുടുംബത്തിലെ നാഥൻ ആ വിശ്വാസം കൈമാറിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്ഹാക്ക്, യാക്കോബ്, അതിനുശേഷമുള്ള തലമുറയിലേക്ക് ഈ വിശ്വാസം പോരത്തില്ല. അപ്പൊ അത് കാരണം നമ്മൾക്ക് എപ്പോഴും ആ ഒരു പോയിന്റ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ അവസാനം പോകുവിൻ, ലോകം മുഴുവൻ നിങ്ങൾ പോകുവിൻ, ദിവ്യപൂജ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞൊരു കമാൻഡ് ഉള്ളത് നമ്മൾക്കറിയാം. ഈ പോകുവിൻ എന്ന് പറയുന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ട് 2 സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ആ പോകുവിൻ എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഒന്ന്, ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ പോകുവിൻ എന്നുള്ള കമാൻഡാണ്. അബ്രഹാത്തിനോട് ദൈവം പറയാണ്, നീ പോകണം, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. അപ്പൊ ആ പോകുന്ന സമയത്ത് ദൈവത്തിന്റെ കുറെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ്. ആ കുടുംബത്തിലെ അപ്പൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് ഇസ്രായേലിന്റെ ജീവിതത്തില് ദൈവവിശ്വാസം നിലനിന്നു. ദൈവത്തിന്റെ വെളിപാട് തലമുറയായിട്ട് കൈമാറിപ്പോന്നു. അതുകൊണ്ടാണ്
ആ കമ്മ്യൂണിറ്റിയിൽ പിന്നീട് പ്രവാചകന്മാരും രാജാക്കന്മാരും ഈ പറയുന്ന ജഡ്ജസും നീതിമാന്മാരും എല്ലാവരും ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം ഉണ്ടാകാൻ കാരണമായത് ഒരു കുടുംബത്തിന്റെ നിലപാട് തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മൾ ഇനി പോകുമെന്നുള്ള വാക്ക് അടുത്ത പ്രധാനമായിട്ട് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരോട് ഈശോ പറയുന്നതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈ പോകുമെന്നുള്ള വാക്കാണ് പരിശുദ്ധ കുർബാനയുടെ അവസാനവും നമ്മൾക്ക് വന്നിരിക്കുന്നതും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ നിർണായകമായ 2 സ്ഥലങ്ങളിലും വന്നിരിക്കുന്നതും. നമ്മൾ ഇവിടെ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, അപ്പോസ്തലന്മാരോട് പോകുമെന്ന് ഈശോയ്ക്ക് പറയാൻ പറ്റിയത് ആദ്യ പ്ലേസിൽ ഒരു കുടുംബത്തിലെ അപ്പനോട് പോകുമെന്ന് പറഞ്ഞ കാര്യം ആ കുടുംബം ശിരസ വഹിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ ഫാമിലിയുമായിട്ട് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുക, ഫാമിലിയെ വിശ്വാസ പരിശീലനത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവം ഏറ്റവും അധികമായിട്ട് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കുടുംബങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ടാണ് യഹൂദ പശ്ചാത്തലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂട്രോണമി 10:16, എക്സോഡസ് എന്ന് പറയുന്ന പുറപ്പാട് 12, 26, 27, ഡ്യൂട്രോണമി എന്ന് പറയുന്ന നിയമാവർത്തനം 6, 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ജ്യൂസിന്റെ തിരുനാളുകളെല്ലാം പോലും കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് വളരെ നല്ലതാണ്. നമുക്ക് ഈ ചില സമയത്ത് നമ്മൾ ഈ ലത്തീൻകാരും സീറോ മലബാറുകാരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുമെങ്കിലും ഈ തട്ടിൽ പിതാവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ പാസോറിൽ പറഞ്ഞ ഒരു സാധനം നല്ലതായിരുന്നു. തട്ടിൽ പിതാവ് നമ്മളുടെ ഈ പെസകാട സമയത്ത് ഒരു സാധനം പറഞ്ഞായിരുന്നു, ഇത് ആഘോഷിക്കേണ്ടത് വീട്ടിലാണെന്ന്. അതേ ഒരു സെന്റൻസ് പറഞ്ഞായിരുന്നു. എങ്ങനെ നമ്മൾ പള്ളിയിൽ വന്ന് തീർച്ചയായിട്ടും ആഘോഷിക്കണം, പക്ഷെ ആ വീട്ടില് പെസക ആഘോഷിച്ചിട്ട് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ കാറ്റക്കേസിസിൽ സഭയ്ക്കുള്ള ഒരു ഭീഷണം തന്നെയാണ്. അദ്ദേഹം അത് അറിഞ്ഞിട്ടാണോ പറഞ്ഞത് എനിക്കറിയത്തില്ല. പക്ഷെ കാറ്റക്കേസിസിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സഭ നമ്മളോട് ശരിക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാര്യം യഹൂദ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ തിരുനാളുകളും കുടുംബങ്ങളിലാണ് ആദ്യം ആഘോഷിക്കപ്പെടുന്നത്. എന്നിട്ടാണ് പിന്നെ സിനഗോഗിലേക്കും ജെറുസലേം ദേവാലയത്തിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത്. അവരുടെ പെസഹായാണെങ്കിൽ പോലും വീട്ടിലിരുന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തില് ഈ അപ്പം മുറിക്കുന്നു, അവര് ദൈവത്തെ അനുസ്മരിക്കുന്നു. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തില് ഈ നിയമം ആവർത്തിക്കപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ തന്നെ വളരെ മനോഹരമായ ഒരു വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. നീ ഇത് നിന്റെ മക്കളെ നിന്റെ മടിയിൽ വിളിച്ചിരുത്തി അവനോട് പറഞ്ഞു കൊടുക്കണം. അതായത് ഈ പെസഹ ആഘോഷിക്കുമ്പോൾ ദൈവം പറയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ മക്കളെയും പേരക്കിടാങ്ങളെയൊക്കെ വിളിച്ചിരുത്തി നിന്റെ മടിയിൽ വിളിച്ചിരുത്തി നീ അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ അപ്പം മുറിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്റെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിശ്വാസ കൈമാറ്റമാണ് നടത്തുന്നത്. നമ്മളുടെ പല തിരുനാളുകളിലും വരുന്ന കുഴപ്പം പോലും ഫാമിലി ഇൻവോൾവ് അല്ല. ഞാൻ ക്രിട്ടിക്കലായിട്ട് നമ്മളുടെ കുറെ പോസിറ്റീവ്സ് ഉണ്ട്. നമ്മളുടെ ഈ പള്ളിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് വരുന്ന കുറെ കുഴപ്പങ്ങൾ എന്താണെന്നറിയാവോ? ഒരു മെജോറിറ്റി ഇതിന് അൺഅറ്റൻഡ് ആയിട്ട് പോയി. എന്താണ് പെസഹ വ്യാഴാഴ്ച സംഭവിക്കുന്നത്, എന്താണ് ദുഃഖ വെള്ളിയാഴ്ച സംഭവിക്കുന്നത്, ഈസ്റ്ററിന് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്നത് എന്തുവാ? നമ്മൾ ഈ പറയുന്ന ഒരു ചുമ്മാ അങ്ങ് ഇരുന്നിട്ട് ചിലപ്പോ അന്ന് ദിവസം കഞ്ഞി കുടിക്കുന്നില്ല, അത്ര തന്നെ ആയിരിപ്പിരുന്നിട്ട് നമ്മളിങ്ങോട്ട് വീട്ടിൽ പറയത്തൊക്കെ ചെയ്യാനൊന്നും ഇല്ല നമ്മൾക്ക്. നമ്മളെല്ലാം എന്നാ ദേവാലയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാം മനോഹരമായിട്ട് നല്ലതാണ്. അത് സഭയുടെ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നമ്മൾ ദേവാലയത്തിൽ കേന്ദ്രീകൃതമായ. പക്ഷെ അവിടെ വരുന്നവർ 20% ശ്രദ്ധിക്കുകയുള്ളൂ അവിടെ നടക്കണം എന്താണെന്ന്. ചിലർ വരുന്നത് തന്നെയും കുരിശാരാധനയ്ക്കായിരിക്കും. അതേസമയം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പറയുന്ന പെസഹ വ്യാഴാഴ്ച നിങ്ങൾ പള്ളിയിൽ വരുന്ന മുമ്പ് വീട്ടിലിരുന്ന് ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ആഘോഷം അവിടെയുണ്ട്. ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന 3/4 മണിക്കൂർ പ്രസംഗത്തെക്കാളും ഒരു 80% ഗെയിൻ ചെയ്യുന്ന ഒരു കോൺട്രസ്റ്റ് ആയിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തില് നമ്മൾ നോക്കുമ്പോൾ പെന്ററ്റ്യൂക്ക് നോക്കുമ്പോൾ ഈ ഫാമിലി കാറ്റക്കേസിസ് ഈ നമ്മളിപ്പോ പഠിക്കുമ്പോൾ കുടുംബത്തെ ബൈബിളില് കുടുംബത്തെ ദൈവം പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെയാണ് ദൈവം പരിഗണിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവം ആദ്യമായിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതും കുടുംബത്തിനോടാണ് ഇന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതും ആ കുടുംബമാണ് ആ വിശ്വാസം സംരക്ഷിച്ചതും തലമുറയ്ക്ക് കൈമാറിപ്പോകുന്നതും ആ കുടുംബങ്ങളിലാണ് തിരുനാളുകൾ രൂപം കൊണ്ടതും
ആ കുടുംബങ്ങളിൽ അത് ആഘോഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് സജീവമാവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾക്കുള്ള സിസ്റ്റം ദേവാലയവുമായിട്ട് കോൺസെൻട്രേറ്റ് വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇത് പഠിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഒന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കുടുംബത്തിലേക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാറ്റഗിസം ടീച്ചർ എന്ന രീതിയിൽ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ കൊണ്ട് ഈ പറയുന്ന, ഫോർ എക്സാമ്പിൾ ഒരു ക്രിസ്മസ് വരികയാണ്, അവരെ കൊണ്ട് അവരുടെ ഫാമിലീനെ കൊണ്ട് ഒന്ന് രാത്രിയിൽ ഒരു ചർച്ച നടത്തിപ്പിച്ചിട്ട് ഒരു ക്രിസ്മസ് ദിവ്യപൂജയ്ക്ക് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ആ രീതിയിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഇന്റർവീൻ ചെയ്യാൻ പറ്റും, അത് വളരെ നല്ലതായിരിക്കും. നമ്മളിത് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇൻ ഷോർട്ട് നമ്മൾ ഈ പറയുമ്പോൾ ഈ പറയുന്ന കുടുംബങ്ങൾക്ക് വിശ്വാസ പരിശീലനത്തിൽ പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഹിസ്റ്റോറിക്കൽ ബുക്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈ ബൈബിളിലെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ പുസ്തകങ്ങൾ എന്ന് പറയാം, ആദ്യത്തെ 5 പുസ്തകങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള പുസ്തകങ്ങളാണ്. അവിടെ നമ്മൾ ഒരുപാട് നന്മകൾ കുടുംബത്തെക്കുറിച്ച് കാണുന്നുണ്ടെങ്കിലും ഈ ഹിസ്റ്റോറിക്കൽ ബുക്സ് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ റപ്ചേഴ്സ് ഇൻ ഫാമിലി സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ ബുക്സിലാണ്. അതായത് ഈ പ്രതിസന്ധികളെ നേരിടുന്ന കുടുംബങ്ങളെ നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കുടുംബങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇസ്രായേല്, ഒരു രാജ്യമായിട്ട് വളർന്നു വരുന്ന ഇസ്രായേല് വീണ്ടും തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിന്റെ വളർച്ചയും ഇസ്രായേലിന്റെ തളർച്ചയും എന്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കുടുംബങ്ങൾ വളരെ വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരുന്നപ്പോൾ ഇസ്രായേൽ വളരുന്നതും, ഈ കുടുംബങ്ങളിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇസ്രായേൽ തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ജൂഡ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യവും സമാരിയ എന്ന് പറയുന്ന സാമ്രാജ്യവും വരുന്നുണ്ട്. ബേസിക്കലി കുടുംബങ്ങളുണ്ടായ പ്രശ്നമാണ് അതിന് കാരണം. കുടുംബങ്ങളില് ആവശ്യമില്ലാത്ത സംസ്കാരങ്ങൾ മിക്സ് ചെയ്യപ്പെട്ടതാണ് സമാരിയ എന്ന് പറയുന്ന ഒരു ദേശത്തെ ഈ ജൂഡയ എന്ന് പറയുന്ന ഒരു ദേശം അംഗീകരിക്കാതെ പോകാൻ കാരണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സുവിശേഷം വായിച്ചായിരുന്നു, സമരിയാക്കാരി സ്ത്രീയുടെ ഒരു സംഭവം. ആ സമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ജീവന്റെ ജലം നൽകാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും സമരിയ യൂദയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല. സത്യം പറഞ്ഞ ഈ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ഇവരെല്ലാവരും, അതിൽ ഈ 2 ഗോത്രങ്ങൾ മാത്രമാണ് ഈ യൂദയായിലുള്ളത്. ബാക്കി 10 ഗോത്രങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് ഈ സമരിയ എന്ന് പറയുന്നത്. സമരിയ എന്ന് പറയുന്ന ക്യാപിറ്റലാണ്. അതിന്റെ രാഷ്ട്രത്തിന്റെ പേര് ഇസ്രായേൽ എന്നായിരുന്നു. പിന്നീട് ചരിത്രത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാം കൂടി ഇസ്രായേൽ എന്ന രീതിയിൽ നമ്മൾ വിളിക്കപ്പെടുന്നതായിട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം, അതൊരു സമരിയാക്കാരി സ്ത്രീ. അതുകൊണ്ട് നമ്മൾക്ക് എന്താ നീ ഒരു യഹൂദനായിരിക്കും എന്തുകൊണ്ട് എന്നോട് കുടിക്കാനൊക്കെ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരാന്ന് ഈശോ പറയുന്നുണ്ടേ. അപ്പൊ അതിന് കണ്ടീഷൻ പറയുന്നുണ്ട് ഈശോവര്. ആ കണ്ടീഷൻ ആ സമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്, നിന്റെ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. അപ്പൊ ആ സമരിയക്കാരി സ്ത്രീ, എനിക്ക് ഭർത്താക്കന്മാരില്ലെന്ന് പറയും. അപ്പൊ ഈശോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവ് എന്ന് പറയും. അത് സത്യം പറഞ്ഞ ഒരു പ്രതീകാത്മകമായ സംഭാഷണമായിരുന്നത്. ഈ സമാരിയായിക്ക് അവരുടെ ഈ നമ്മൾ ഈ പറയുന്ന നിയമാവർത്തന പുസ്തകം തന്നെ 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ സമരിയയുടെ രൂപീകരണത്തില് വേറെ 5 ദേവന്മാര് കടന്നു കയറിയിട്ടുണ്ട്. 5 ദേവന്മാര് ഒപ്പമാണ് അവര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈശോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ കലർച്ച മാറ്റാനാ പറയുന്നത്. ആ കലർച്ച മാറ്റിക്കഴിഞ്ഞാൽ ജീവന്റെ ജലം നൽകാമെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ചരിത്രപരമായ കുറെ പ്രാധാന്യവും ഉണ്ട്. ഈ പറയുന്ന സമാരിയയുടെ തകർച്ചയ്ക്ക് കാരണം, ഈ കുടുംബങ്ങള് അന്യദേവന്മാർ വരാൻ കാരണം, ഈ കുടുംബങ്ങള് പല സംസ്കാരങ്ങളുള്ളവരുമായിട്ടും വിവാഹത്തിൽ ഏർപ്പെട്ടതും മറ്റുമൊക്കെയാണ്. നമ്മള് ഇന്ന് ഈ കോൺട്രസ്റ്റ് ഉണ്ട്, വളരെ അലാമിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കാറ്റഗൈസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറയുന്ന ഒരു മാരേജ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടുവരികയും, പക്ഷെ ബൈബിളില് ഈ കുടുംബങ്ങളുടെ തകർച്ച വരുന്നത്, പല സംസ്കാരങ്ങൾ ഇങ്ങനെ ഇടചേരുന്നത് അപകടമായിട്ടാണ് കാണുന്നത്. അതിൽ വലിയൊരു പ്രശ്നമുള്ളതുമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ബുക്സിൽ അതുകൊണ്ടാണ് പ്രവാചകന്മാര് ഈ ഫാമിലിയുടെ നവീകരണത്തിന് വേണ്ടി ദാവീദിനോട് സംസാരിച്ചാൽ പോലും, സോളമനോട് സംസാരിച്ചാൽ പോലും അവരുടെ കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബുക്സ് എടുത്തു കഴിഞ്ഞാലും കുടുംബം വളരെ
പ്രധാനപ്പെട്ടതാണ്. പോയട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ വിസ്ഡം, പ്രോവർബ്സ് ആ മേഖലയിലേക്ക് വരുമ്പോഴും മാതാപിതാക്കളുടെ റോളുകളും അവര് ഈ വിശ്വാസത്തിന്റെ അധ്യാപകരാണെന്ന് എടുത്തു പറയുന്ന വളരെ മനോഹരമായ കുറെ രംഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്രോവർബ്സിൽ തന്നെ 4-ാം അധ്യായം 1 മുതൽ 4 വരെയും, പ്രോവർബ്സ് തന്നെ 1-ാം അധ്യായം 8-9 വാക്യങ്ങള്, പ്രോവർബ്സ് തന്നെ 6-ാം അധ്യായം 20-21 വാക്യങ്ങള്, അവിടെ എല്ലാം അപ്പനെയും അമ്മയെയും കുടുംബത്തിലെ അധ്യാപകരായിട്ടാണ് വചനം വിളിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് അധ്യാപകര്, നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശ്വാസം എന്താണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. ഇതിൽ തന്നെയും ഈ 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തില് അപ്പൻ തന്നെയും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്, എന്റെ അപ്പനാണ് എനിക്ക് വിശ്വാസം തന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വാസം നൽകുന്നു എന്ന അർത്ഥത്തിലാണ് പ്രോവേഴ്സ് സംസാരിക്കുന്നത്. അപ്പൊ ഈ തലമുറയായിട്ട് കുടുംബത്തിലെ അപ്പനും അമ്മയും വിശ്വാസ പരിശീലകരാകേണ്ട പ്രാതിനിധ്യം ഈ പോയട്രീസ്, ഈ വിസ്ഡം ലിറ്ററേച്ചേഴ്സ് ബൈബിളിലുള്ളത് വളരെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രവാചക ഗ്രന്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോഴും പ്രവാചകരെല്ലാവരും കടന്നാക്രമിച്ചതും ഈ കുടുംബങ്ങളില് ന്യായം സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്ന രാജാക്കന്മാരെയാണ് അവര് കടന്ന് ആക്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സാമൂഹികപരമായി നീതി കിട്ടാത്തത് കുടുംബങ്ങൾക്ക്, അവര് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്, അവർക്ക് അവരുടെ ഭവനത്തിൽ കഴിയാൻ പറ്റാതെ വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാർ പോലും സംസാരിച്ചിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐസയ 65-ാം അധ്യായം 17 മുതൽ 25 വരെയുമാണ് ഈ പുതിയ ഇസ്രായേൽ എങ്ങനെയായിരിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ. പ്രവാചകന്മാരെല്ലാവരും സംസാരിക്കുന്നത് അവരപ്പോൾ ചെയ്യുന്ന തിന്മയും ആ തിന്മയിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന രക്ഷയുമാണ് പറയുന്നത്. അപ്പൊ യേശയ്യാ പ്രവാചകൻ ആ ഇസ്രായേൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു രംഗമാണ്. ഐസയ 65-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളില് അവിടെ ഈ കുടുംബങ്ങള് ഈ ഇതുപോലെ സഫറിങ്സ്, ദാരിദ്ര്യവും ഈ പറയുന്ന കലഹങ്ങളും ഒന്നുമില്ലാത്ത കുടുംബങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന ഇടമെന്ന രീതിയിലാണ് വരാനിരിക്കുന്ന രക്ഷയെ പോലും പ്രവാചകൻ അവതരിപ്പിക്കുക. അപ്പൊ അത് പ്രവാചകന്മാരും കുടുംബങ്ങളെ പരിഗണിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങൾക്ക് നീതി നടത്തി കൊടുക്കണം. അവര് ദാരിദ്ര്യത്തിലേക്ക് പോകാൻ പാടില്ല, അവര് കഷ്ടപ്പാടിലേക്ക് പോകാൻ പാടില്ല, അവരടിമത്തത്തിലേക്ക് പോകാൻ പാടില്ല. അവരടിമത്തത്തിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് രാജാക്കന്മാരായാലും അന്ന് നയിച്ചവരെ ആയാലും രൂക്ഷമായിട്ട് അവര് വിമർശിച്ചിട്ടുള്ളത്. അപ്പൊ പ്രവാചകന്മാരും ഈ കുടുംബങ്ങളുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു നിലപാട് അവർക്ക് വളരെ നിർണായകമായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബത്തിലാണ് ഈശോ മിശിഹാവ് ജനിച്ചു വീഴുന്നത് തന്നെയും. അതായത് രക്ഷ രണ്ടാമത് സാധ്യമാകുന്നത് ഒരു കുടുംബത്തിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മത്തായി സുവിശേഷകനാണ് പഴയ നിയമവുമായിട്ടുള്ള ഈ പുതിയ നിയമത്തിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷകന്റെ ആദ്യത്തെ അധ്യായം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജീനിയോളജിയാണത്. അതായത് ഈശോ മിശിഹായുടെ വംശാവലിയാണ് കാണിക്കുന്നത്. ഇതൊരു പക്ഷെ നിങ്ങൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ കാറ്റഗൈസിസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വിചിന്തനത്തിന് വിഷയമാക്കാൻ പറ്റുന്ന ഒരു അധ്യായം കൂടിയാണത്. അതിൻ്റെ അകത്തൊരു 14 എന്നും പറഞ്ഞൊരു തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഇതാണ് പുതിയ നിയമത്തിനെ പഴയ നിയമമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ആ 14 തലമുറയെ ബൈബിള് വിളിക്കുന്നത് ഗ്ലോറി നേടിയെടുത്ത, അല്ലെങ്കിൽ മഹത്വം നേടിയെടുത്ത, ദൈവസന്നിധിയിൽ നിന്ന് മഹത്വം നേടിയെടുത്ത കുടുംബങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. പെൻഡിട്രിക്കിൽ കണ്ട മറ്റേ ഈ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും. അവരിലൂടെയാണ് വിശ്വാസം ആദ്യമായിട്ട് വരുന്നത്. അവര് വിശ്വസ്തയോടുകൂടി കൈമാറിയത് കൊണ്ട് ആ ഒരു ഇസ്രായേലിന് ലഭിക്കേണ്ട നന്മകള് ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് വന്നുവെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് അവരൊരു നല്ലൊരു ജനമായിട്ട് വളരുന്നത്. അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ദൈവം പറഞ്ഞ കാര്യം അവർ നിലനിർത്തിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ആ 14 തലമുറയെ ദൈവത്തിന്റെ മഹത്വം നേടിയെടുത്ത തലമുറ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തൊരു 14 തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. ആ 14 തലമുറയെ കുറിച്ച് പറയുക മഹത്വം നഷ്ടപ്പെടുത്തിയ തലമുറ എന്നാണ് വിളിക്കുന്നത്. അതിനകത്താണ് ഈ പറയുന്ന ദാവീദും സോളമനും നമ്മൾക്കറിയാവുന്ന ഈ രാജാക്കന്മാരും എല്ലാം വരുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത് അവര്? നമ്മളിപ്പോ ഈ പറഞ്ഞ സംഭവം, അവര് വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്തവര്. ഈ ദാവീദിനായാൽ പോലും സ്വാർത്ഥത ഉണ്ടായിരുന്നു. സോളമൻ അതിന്റെ ആണിയടിച്ചു എന്ന് വേണേൽ പറയാം. സോളമന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള വ്യഗ്രതയില് അദ്ദേഹത്തിന്റെ കുടുംബ മൂല്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത്. അദ്ദേഹം 3-4 വേണേ കെട്ടാം, 5-6 കെട്ടാം.
സ്ഥലം കിട്ടിയാൽ മതി, രാജ്യം കിട്ടിയാൽ മതി, സമ്പത്ത് കിട്ടിയാൽ മതി, ഈ നിലപാടെടുത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന സമാരിയായും യൂദയുമായിട്ട് ഇത് ഇടിച്ചു പിരിഞ്ഞു പോകുന്നത്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന ദാവീദിന്റെയും സോളമന്റെയും കാലഘട്ടത്തില് ഇവർക്ക് രാഷ്ട്രീയ പവർ ഉണ്ട്, ഇവർക്ക് ഈ പറയുന്ന സമ്പത്തുണ്ട്. അബ്രഹാമിന് ഇതൊന്നും ഇല്ലായിരുന്നു, യാക്കോബിനും ഇസഹാക്കിനും ഇതൊന്നും ഇല്ലായിരുന്നു. ഇവര് വല്ലവരുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത്. പക്ഷെ അവര് മഹത്വം സ്ഥാപിച്ചെടുത്ത കുടുംബമായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് നിൽക്കെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാര് നഷ്ടപ്പെടുത്തി. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഇവരുടെ രാജ്യം ചെല്ലുന്ന അവസ്ഥയിലേക്ക് പോയി. ആ ബേസിക് റീസൺ, കുടുംബങ്ങളില് ദൈവത്തെ അവര് വിട്ടുകളഞ്ഞു. അവരുടെ കുടുംബങ്ങളില് ആരാധനയ്ക്ക് പാത്രമാകേണ്ട ദൈവത്തെ അവര് മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ഗ്ലോറി ലോസ്റ്റ് ജനറേഷൻ എന്നും പറഞ്ഞ് അവരെ വിളിക്കുന്നത്. വേറെ ഒരു 14 തലമുറ നമ്മൾ കാണും. നമുക്ക് ആരെയും അറിയാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്നത് 3 പേരെയാണ്. അവരാണ് നമ്മൾ അവസാനം കാണുന്ന 3 പേര്. ഒന്ന് യൗസേപ്പ് പിതാവും മാതാവും ഈശോ മിശിഹായും. നമ്മൾക്ക് വലിയ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല. സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരൻ, ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു സ്ത്രീ. പക്ഷെ ആ 2 പേരിലൂടെ ദൈവം മഹത്വം റീഗെയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ദൈവം അന്ന് അബ്രഹാത്തെ ഡിപ്പെൻഡ് ചെയ്തതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വന്നേച്ചും വേറൊരു കുടുംബത്തെ ദൈവം ഡിപ്പെൻഡ് ചെയ്യും. ആ ദൈവം അപ്പോഴും പുരോഹിതരുടെ പിന്നാലെയും അല്ലെങ്കിൽ നിയമജ്ഞരുടെ പിന്നാലെയും വലിയ വലിയ രാജാക്കന്മാരുടെ പിന്നാലെയും അല്ല അപ്പോഴും ദൈവത്തിന്റെ ഈ പോക്ക്. ദൈവത്തിന് തന്റെ വെളിപാട് ഈ ലോകത്തിന്റെ മുമ്പിൽ സജീവമാകാനും അടുത്തൊരു തലമുറയിലേക്ക് അത് കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യാനും ദൈവം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും കുടുംബത്തെ തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 2021 കാറ്റക്കേസിസ് ചെയ്യുമ്പോഴും കുടുംബങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ദൈവം കുടുംബങ്ങളെ പരിഗണിച്ചു, അതിലൂടെ ഇഫക്റ്റീവായിട്ട് കാറ്റക്കേസിസ് നടക്കുമെന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാളാണ്. അപ്പൊ പുതിയ നിയമത്തില് ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ, കാര്യം വെച്ചാൽ തിരുക്കുടുംബത്തിൽ നിലനിൽക്കുകയില്ല. അപ്പൊ പുതിയ നിയമം തന്നെയും വിശ്വാസം കൈമാറേണ്ടത് കുടുംബത്തിലൂടെയാണെന്ന് പറയുന്നതാണ്. പിന്നെ യേശു മിശിഹായുടെ കുടുംബത്തോടുള്ള മനോഭാവങ്ങള്, പീറ്ററിന്റെ വസതിയിൽ പോകുന്നത്, സെഞ്ചൂറിയന്റെ ഹൗസിൽ പോകുന്നത്, ഈ പറയുന്ന മാത്യുവിന്റെ വീട്ടിൽ പോകുന്നത്, സൈമന്റെ വീട്ടിൽ പോകുന്നത്, സക്കേവൂസിന്റെ ഭവനം സന്ദർശിക്കുന്നത്, മാർത്തയുടെയും മറിയത്തിന്റെയും ഭവനം സന്ദർശിക്കുന്നത്, യേശു മിശിഹായ്ക്ക് വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധം കുടുംബങ്ങളുമായിട്ട് പുതിയ നിയമത്തിലുള്ളതായിട്ട് നമ്മൾക്ക് കാണാം. യേശു മിശിഹായുടെ തന്നെയും ചെറിയൊരു നസ്രത്തിലെ തിരുക്കുടുംബമായിരുന്നു. ആ കുടുംബത്തിന്റെ ഒരു മഹത്വം നിലനിർത്തിക്കൊണ്ടാണ് യേശു മിശിഹായും പോയത്. പിന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ഇനി അതിലേക്ക് നമ്മൾ വരുമ്പോഴും ഈ പറയുന്ന കുടുംബങ്ങളെ പ്ലേസ് ഓഫ് വർഷിപ്പും ടീച്ചിങ്ങും ബിലോങ്ങിങ് ഇൻക്ലൂഷനുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:42, 20, 20. അപ്പൊ അവിടെ വീടുകളിലായിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വീടുകളിൽ സുവിശേഷം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കുടുംബങ്ങൾക്ക് വളരെ പ്രധാനമുണ്ട്. പിന്നെ ഈശോയുടെ ലാസ്റ്റ് സപ്പർ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:46. അത് കുടുംബങ്ങൾ വേദിയായിട്ടുണ്ട്. പിന്നെ ബാപ്റ്റിസം പോലും ആഘോഷം നടന്നു, അതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-15 പറയുന്നുണ്ട്. അപ്പൊ അപ്പോസ്തല പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അതെല്ലാം കുറെയൊക്കെ കുടുംബങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു കാര്യങ്ങൾ നിന്നിരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, അവർക്കെല്ലാം പൊതുവായിട്ടാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും പൊതുവായിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-44, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:34. അപ്പൊ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴും കുടുംബങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്ലേസിൽ നിലനിൽക്കുകയാണ്. എപ്പീസൽസ്, അതായത് നമ്മളുടെ ഈ പറയുന്ന ലേഖനങ്ങളിലെ റോമാക്കാർക്ക് എഴുതിയത്, കൊറിന്തോസ്, ഗലാത്യര്, അതിനാണ് എപ്പീസൽസ് എന്ന് പറയുന്നത്. അതിനകത്തും ഈ പറയുന്ന കുടുംബങ്ങള് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറുന്ന നമുക്ക് കാണാം. ഉദാഹരണം റോമൻസ് 16:10-11. അവിടെ ഈ അരിസ്റ്റോബുളോസ് എന്ന് പറയുന്ന ഒരു നാർസിസസ് എന്ന് പറയുന്ന ഒരാളുടെ 2 കുടുംബങ്ങള്, അത് വിശ്വാസ കൈമാറ്റത്തിന് വേദിയാകുന്നത് നമ്മൾ കാണാം. 1 കൊറിന്തോസ് 1:16, 16-15 വാക്യങ്ങള് സ്റ്റെഫാനസിന്റെ ഫാമിലിയെ കുറിച്ച് പറയുന്നു അവിടെ. പിന്നെ 2 തിമോത്തി 4:19, 1 കൊറിന്തോസ് 1:11. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. വാട്ടർ കാസ്പർ എന്ന് പറയുന്ന ഒരു കാർഡിനലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഫ്രാൻസിസ് പാപ്പയുടെ വളരെ മെയിൻ ആയിട്ടുള്ള ഉപദേഷ്ടാവായിരുന്നു. ഫ്രാൻസിസ് പാപ്പ കരുണയെക്കുറിച്ചുള്ള സിനഡ് നടത്താൻ തന്നെ കാരണം, അസാധാരണ സിനഡ് നടത്താൻ തന്നെ കാരണം, വാൾട്ടർ കാസ്പർ എന്ന് പറയുന്ന ഒരു കാർഡിനല് ഫ്രാൻസിസ് പാപ്പയെ വളരെ അധികമായിട്ട് സ്വാധീനിച്ചിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ സംഭാഷണങ്ങളിൽ കുടുംബങ്ങളെ ശരിക്കും പരിഗണിക്കുന്നതായിട്ടും കരുണയെ പരിഗണിക്കുന്നതായിട്ടും നമ്മൾ കാണാം. അദ്ദേഹം പറയുകയാണ്, ഈ ആദിമസഭയിലെ ഈ പറയുന്ന സ്ഥലങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കാർഡിനൽ വാൾട്ടർ കാസ്പർ വുഡ് ഒബ്സർവ് ദാറ്റ് they were places of prayer, catechetical instruction, Christian fellowship and hospitality for traveling Christians. അതായത് ഈ പറയുന്ന ഇവരുടെ വീടുകളായാലും അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ സ്ഥലങ്ങളായിരുന്നു കുടുംബങ്ങൾ. ഈ മതബോധന, കാറ്റഗറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ, അത് തന്നെ മതബോധനമെന്നോ വിശ്വാസ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു. ക്രിസ്ത്യൻസിന്റെ ആ ഒരു ഫെലോഷിപ്പിന്റെ ഒരു പ്ലേസ് ആയിരുന്നു കുടുംബങ്ങൾ. പിന്നെ ഈ യാത്രയ്ക്ക് വരുന്ന ക്രിസ്ത്യൻസിന് ഒരു ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം നൽകുന്ന സ്ഥലമായിരുന്നു ക്രിസ്ത്യൻ കുടുംബങ്ങൾ. അപ്പൊ അത് എപ്പിസോഡ്സിൽ അത് വളരെ വ്യക്തമാകുന്നതായിട്ട് നമുക്ക് കാണുന്നു. പിന്നെയും സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ ഒരിക്കലും പരിഗണിക്കരുത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും. ഈ കുടുംബങ്ങളിലെ സ്ത്രീകള് വിശ്വാസ പരിശീലനത്തിൽ വളരെ അധികമായിട്ട് ആദിമസഭയെ സഹായിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൊർണേലിയസിന്റെ വീട്, അക്വില പ്രിസിലയുടെ വീട്, അപ്പൊ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അക്വില പ്രിസില എന്ന് പറയുന്ന സ്ത്രീകൾ, ഫോബെ ജൂനിയ, ഇപ്പൊ റോമൻസിലാണ് ഇവരെല്ലാരും വരുന്നത്. രണ്ടുപേര് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിലും മറ്റവര് റോമൻസ്, ലിഡിയ എന്ന് പറയുന്നവര്. ഇവരെല്ലാം സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നവർ കൂടിയാണ്. സെയിന്റ് പോളിനെ പോലും പത്രോസിനെ പോലും സാമ്പത്തികമായിട്ട് ഈ പറയുന്ന കാര്യത്തിൽ സഹായിച്ചിരുന്നവരാ. അപ്പൊ കുടുംബങ്ങള് ഈ പറയുന്ന എപ്പിസോഡ്സിലും വളരെ പ്രാധാന്യത്തോടു കൂടി തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ഫാമിലി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. റെവലേഷനിൽ നമ്മൾക്കറിയാം അവസാനത്തെ ആ ദിവസത്തെ കുറിച്ച് പറയുന്നത് ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. മറ്റേ ക്രിസ്തുവാകുന്ന വരൻ വധുവാകുന്ന സഭയെ വിവാഹം ചെയ്യാനായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ രൂപീകരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് സ്വർഗരാജ്യത്തെയും ബുക്ക് ഓഫ് റെവലേഷൻ പോലും അവതരിപ്പിക്കുന്നത്. അപ്പൊ അതും ഒരു കുടുംബത്തിന്റെ ഒരു സമ്മേളനമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം കാണുക. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കാറ്റഗേസിസ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ആ സംവിധാനത്തെ വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് പരിഗണിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ വെളിപാട് ആദ്യമായി നൽകപ്പെടുന്നതും ദൈവത്തിന്റെ അതിനെ കൈമാറുന്നത് തന്നെയാണല്ലേ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞു തന്ന കാര്യം ചെയ്യുന്നതിനെയും അത് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനെയും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനെയുമാണ് ഈ കാറ്റഗറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വിശ്വസ്തയോട് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണെന്നും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളായ അബ്രാഹത്തിന്റെ കുടുംബങ്ങളും നസ്രത്തിലെ തിരുക്കുടുംബവും നമ്മൾ കാണുന്നു. വിശുദ്ധ ഗ്രന്ഥം ഈ ആദിമസഭ മുന്നോട്ട് പോകുമ്പോഴും കുടുംബങ്ങളാണ് ഈ പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കില് നിലനിന്നിരുന്നതെന്നും ബുക്ക് ഓഫ് റെവലേഷൻ പോലും ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തിച്ചേരുന്നതെന്നുമാണ് പറയുന്നത്. അപ്പൊ അത് ഫാമിലി കാറ്റഗേസിസ് വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തില് വളരെ നിർണായകമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പരിഗണിക്കണം കേട്ടാ. നമ്മള് ഭയങ്കര അത്ര ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അധ്യാപകർക്ക് നമ്മൾക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കാവുന്നതാണ്. എത്രമാത്രം ഇത്ര ദൈവം പരിഗണിക്കുന്ന ഈ സംവിധാനത്തെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നു, എന്തുകൊണ്ട് നമ്മൾ അതിന്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കാതെ പോകുന്നു. സത്യം പറഞ്ഞാൽ അവർ ആക്റ്റീവായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറുകയും അത് ഉള്ള കാര്യമാണ്. ഞാൻ തന്നെ ഞാനിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സിൽ നമ്മൾ കണ്ടല്ല വിവിധ സംസ്കാരങ്ങൾ കടന്നു കയറുന്നത്. നമ്മളുടെ ഇപ്പൊ എത്ര പിള്ളേരാണ് ഒരു ശ്രദ്ധയുമില്ലാതെ വിവാഹത്തിലേക്ക് കിടക്കുന്നത്. എന്നിട്ട് അവര് ഈ പ്രണയമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇപ്പൊ അയാളുടെ വിശ്വാസം ഏതായിരുന്നു, ഇങ്ങനെ കുറെ കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയും ഒരു ശ്രദ്ധയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും അഡ്രസ് ചെയ്യാവുന്ന മേഖലകളാണ്. നമ്മളെ ചില കുടുംബങ്ങൾക്ക് അറിയത്ത് പോലുമില്ല ചില സമയത്ത് ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മുടെ പിള്ളേർ എന്നിട്ട് കുറെ ഇതൊക്കെ നമ്മളെ അച്ഛന്മാര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. എന്നിട്ട് അവരെ ഇതെല്ലാം ഒപ്പിച്ചു വെക്കും. എന്നിട്ട് വന്നേശം പറയും ഞങ്ങൾക്ക് പള്ളിയിലും കെട്ടണം എല്ലാം കെട്ടണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തില് ഈ ഇങ്ങനെ സംസ്കാരം ഇടചേടുന്നതിന് അപകടമായിട്ടാണ് കാണുന്നത്. നമ്മൾക്ക് അഡ്രസ് ചെയ്യാവുന്ന മേഖലയാണ്. അപ്പൊ അങ്ങനെ കുറെ പോസിബിലിറ്റീസ്
ഇവരുമായിട്ട് ഇടപഴകേണ്ടതായിട്ട് നമ്മൾക്കുണ്ട്. ഈ പറയുന്ന 12ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും ഈ പിള്ളേര് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ ഈ 3 ദിവസത്തെ ഇമ്മീഡിയറ്റ് കോഴ്സിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. കാര്യം 12ാം ക്ലാസ് വരെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇവര് KCYM പ്രവർത്തിച്ചാൽ കുറച്ച് പേരുണ്ടാവും, ജീസസ് പ്രവർത്തിച്ചാൽ ഓക്കെ, അത് സമ്മതിച്ചു. പിന്നെ ഇവരെ ഒന്ന് പള്ളിയിൽ വരുന്നത് വിവാഹ കോഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവാഹം എന്ന് പറയുന്ന ഒരു കൂദാശയാണ്. അതിലേക്ക് കൃത്യമായിട്ട് ഒരുങ്ങണമെന്ന് നമ്മൾ ജനറലി പറയുമെങ്കിലും ഇവരെ സഹായിക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ വലിയ മാർഗമൊന്നുമില്ല ഇപ്പോഴും. നമ്മൾക്ക് ഒരു സാധനം ഇപ്പൊ 2 ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ 6-ന് മുമ്പോട്ടുള്ള ഗ്യാപ്പ് നമ്മൾ ഫാമിലി അഡ്രസ് ചെയ്യുന്നില്ല. ഇനി ഈ പറയുന്ന 12ാം ക്ലാസ് കഴിയുകയും വിവാഹത്തിന് തൊട്ടു മുമ്പായിട്ട് ആ 3 ദിവസത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കുന്നു? അടുത്ത ഗ്യാപ്പായി. അപ്പൊ സത്യം പറഞ്ഞാൽ കുടുംബങ്ങൾ ഹാം ഏൽക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു വലിയ സ്പേസ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാറ്റഗേസിസിൽ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിക്കുന്നുണ്ട് കുറെ പേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ. എങ്കിലും ഈ മേഖലകളിൽ നമ്മൾക്ക് ശ്രദ്ധ പതിപ്പിക്കാവുന്നതാണ്. നമ്മളുടെ മതബോധന ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന രീതിയിലേക്ക് മറ്റൊരു സിസ്റ്റമാറ്റിക് ഫോർമേഷനൊക്കെ ഇമ്മീഡിയറ്റ് അല്ല, ഒരു ലോങ് ടൈം വരുന്ന സാധനമൊക്കെ ഫാമിലി മിനിസ്ട്രിയുടെ സഹകരണത്തോടെയും ഇടവകയിലെ മതബോധന അധ്യാപകരുടെ സഹകരണത്തോടെയൊക്കെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ വന്നേച്ച് ഞങ്ങൾ അത് പ്രേമിച്ച്, ഞങ്ങൾ ഇത് പ്രേമിച്ച്, ഞങ്ങൾക്ക് സഭയുടെ ആ നിയമം അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് സഭയുടെ ഈ നിയമം അറിയാൻ പാടില്ലായിരുന്നു, അച്ഛാ ഇപ്പോഴാണ് അറിയുന്നത്, ഇതുപോലുള്ള കുറെ ഈ അത്ഭുതപ്പെടലുകൾ കാണുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ വാസ്തവമാണ്. ഈ ചില പിള്ളേർക്ക് കല്യാണം കഴിക്കുന്ന നമ്മുടെ പിള്ളേർക്ക് ക്യാനലിലോ എന്താന്ന് പറയുന്നത് ചില സമയത്ത് അറിയാൻ പാടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ അത് നമ്മളുടെ പ്രായോഗികമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഡോക്യുമെന്റ്സുകൾ പറയുന്ന ചില കാര്യങ്ങളിൽ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, ഫെമിലിയാരിസ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ഡോക്യുമെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുടുംബങ്ങൾ ചെയ്യേണ്ട ടാസ്ക്, അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ മേഖലയിൽ കുടുംബങ്ങൾ നിർവഹിക്കണമെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ കുടുംബങ്ങളെ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയാണത്. അതിൽ ഒന്നാമതായിട്ട് ഈ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നത് കുടുംബങ്ങളുടെ ഒരു ടാസ്ക് ആണ്, അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടാസ്ക് ആണ് ഫോമിങ് എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ്. അതായത് ഒരു വ്യക്തികളുടെ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ആയിട്ട് കുടുംബം രൂപപ്പെടണം. അത് ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സ്നേഹവും പരസ്പര സഹകരണ മനോഭാവം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കുടുംബം പോകണമെന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾക്ക് ഈ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരിടമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരിടമായിട്ടും മാറണം. അപ്പൊ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ആയിട്ട് ഇത് രൂപാന്തരപ്പെടണമെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഒരു കുടുംബത്തിന്റെ ഒരു ടാസ്ക് ആണ്. ഒരു കുടുംബം അവരെ തന്നെ രൂപീകരിക്കേണ്ടത് അതൊരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ ആയിട്ട് മാറണം. അതായത് മക്കൾക്ക് അപ്പനെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഞങ്ങളോട് സംസാരിക്കുന്നയാളാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നയാളാണ്. മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാകണം. അവരുടെ രീതികളൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവർ ഞങ്ങളുടെ സ്നേഹവലയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഗ്രാൻഡ് പേരൻസും ആ ഒരു ഐക്യം സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് പോകണം. പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ വഴക്കുകൾ ശരിക്ക് കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ പിള്ളേര് ചില സമയത്ത് ഞങ്ങൾക്ക് കെട്ടാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് പോലും കുടുംബത്തിലെ ദുരനുഭവം വെച്ചുകൊണ്ടാണ്. അപ്പൊ കുടുംബങ്ങൾ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ആയിട്ട് എന്തായാലും മാറുന്നില്ല. പക്ഷെ ഒരു ടാസ്ക് ഓഫ് ഫാമിലി ആയിട്ട് ഫെമിലിയാരിസ് കോൺസോർഷ്യം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമ്മളോട് പറയുകയാണ് കുടുംബത്തിന്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ ആയിട്ട് സ്വയം രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് പറയുന്നത് സെർവിങ് ലൈഫാണ്. അതായത് ജീവനെ സെർവ് ചെയ്യുക. അത് വളരെ എവിഡന്റ് ആണ് അതിൽ നിന്ന്, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ. കാര്യം അടുത്ത തലമുറ രൂപപ്പെടുന്നത് കുടുംബത്തിലൂടെയാണത്. അപ്പൊ ഒരു കുടുംബം രൂപീകരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അവരുടെ വിദ്യാഭ്യാസം നടത്തുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഒരു പ്രോമിസ് പോലും നമ്മൾ ചെയ്യുന്നത്, ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ആ കുഞ്ഞുങ്ങളെ
സഭയുടെയും ദൈവത്തിന്റെയും പ്രബോധനം അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ സന്നിഹിതരാണെന്ന് എല്ലാ മാതാപിതാക്കളും പറയുന്നതാണ്. പക്ഷേ അതിനുശേഷം ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോമിസ് നന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല. എടോ, കാറ്റഗസിന് എന്താ തന്റെ മകൻ വരായിരുന്നതെന്ന് നമ്മളുടെ ചില അപ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് വേറെ പണിയില്ലെന്ന് ചോദിക്കും. പിന്നെ പുള്ളിക്ക് എന്തോ വിഷമമുള്ളത് പോലെ നമ്മളോട് സംസാരിച്ചു കളയും. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കുക സ്വയം, ഇയാളല്ലേ അന്ന് ആ കല്യാണത്തിന് എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ സന്നിഹിതനാണെന്ന് പറഞ്ഞതെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പൊ ഇത് സെർവിങ് ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. സെർവിങ് ലൈഫ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തില് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അവർക്ക് ഈ എഡ്യൂക്കേഷൻ നൽകേണ്ടത് ഈ പേരൻസ് തന്നെയായിരിക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സെക്യുലർ എഡ്യൂക്കേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വിശ്വാസത്തിലെ അവരുടെ ഒരു എഡ്യൂക്കേഷൻ നൽകേണ്ടത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യവും നമ്മൾ വളരെ കരുതലോടുകൂടി ഈ കാലഘട്ടങ്ങളിലേക്ക് സംസാരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് മാറിയിട്ടുണ്ട്. ഈ കോൺട്രാസെപ്റ്റീവ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് പോലും നമ്മളുടെ ചില പിള്ളേർക്ക് അറിയാൻ പാടില്ല. എനിത്തിങ് അൺനാച്ചുറൽ ഉണ്ടല്ലോ, അത് കത്തോലിക്ക സഭയിൽ റോങ് ആണേ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു പാപബോധവും ഇല്ലാതെയാണ് കോൺട്രാസെപ്റ്റീവ്സ് പോലുള്ള കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് തെറ്റാണെന്ന് പോലും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഈ സെർവിങ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിന് ആ മാനം വരെ ഉണ്ട്. ഒരു നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിലൂടെ എൻ്റെ കുടുംബത്തെ പിടിച്ചു നിർത്തുക. പിന്നെ ഈ പറയുന്ന ഈ വിവാഹത്തിന് മുമ്പ് ഉള്ള ഒരു തലത്തിലേക്കും ഇപ്പൊ എന്തോരം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വിവാഹത്തിന് മുൻപേ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പരിശുദ്ധി എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലേ ഇതിനപ്പുറം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കത്തോലിക്ക സഭയിൽ. വിവാഹത്തിന് മുമ്പേ തന്നെയും ഈ പറയുന്ന പ്രേമവാദത്തിലേക്ക് പോകാതെ പ്രാർത്ഥിച്ചാണ് അവർ ഒരുങ്ങേണ്ടത്. വിവാഹം എന്ന് പറയുന്ന ഒരു പരിശുദ്ധിയുള്ള ഒരു കൂദാശയാണ്. ആ ബോധ്യത്തില് വളരെ ചുരുക്കം കാര്യം നമ്മൾ ഈ സംസാരത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് അച്ഛന്മാർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ എന്ന് പറയുന്നതാണ് അങ്ങനെ ഒരു ഡെലിബറേറ്റ് കെയർ ചുരുക്കം പിള്ളേർക്കുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര സ്ട്രോങ്ങുമാണ്. പക്ഷെ ഒരു ജനറൽ ഇംപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞൊരു കോൺഫിഡന്റ് ആയിട്ടൊന്നും എനിക്ക് ഒരു അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഫോർമേഷൻ നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് വരാനായിട്ടുള്ള ഇവര് കുടുംബത്തിൽ വന്നാൽ തന്നെയും കോൺട്രാസെപ്റ്റീവ്സ് നിങ്ങൾ വേണമെങ്കിൽ സർവേ ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ ചിലർക്ക് അറിയാത്തതുകൊണ്ട് അതിൽ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും. കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വാക്കുന്ന പോലെ അറിയത്തോണ്ടില്ല. ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ അടുത്ത മതബോധന ക്ലാസ് ചോദിച്ചു നോക്കിക്കോ, മിക്കവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. കാര്യം എന്ന് അറിയാമോ, ഞാൻ കുമ്പസാരത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയണേ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അബ്സൊല്യൂഷൻ കൊടുക്കുന്നതിൽ പറയാം ഞാൻ ഇങ്ങനെ ഇത് കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മളുടെ ഫാമിലിയെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്തുവാ ഇതെനിക്ക് തോന്നുന്നത് തെറ്റാണെന്ന് പോലും അറിയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലുള്ള സെർവിങ് ലൈഫ്. അപ്പൊ ഒരു കുടുംബം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് താൻ നൽകിയ ആ ലൈഫ് അടുത്ത തലമുറയിലേക്ക് പോകാനായിട്ടുള്ളതായിട്ടാണ് ദൈവം കുടുംബത്തെ കാണുന്നത്. അത് അതേപടി വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യണം. ഇനി ആ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കൊച്ചിന്റെ വിശ്വാസ ശിക്ഷണവും നൽകേണ്ടത് നമ്മളാണെന്നുള്ള രീതിയിൽ കുടുംബങ്ങൾ രൂപീകരിക്കണം. അപ്പൊ ഒരു ടാസ്ക്കാണ്, കുടുംബത്തിന്റെ ഒരു ടാസ്ക്കാണ്. അവരത് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിൽ ആൾക്കാരുടെ മുമ്പിൽ നിന്നാണ് അവർ വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് നിർവഹിക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അവരൊരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ആയിട്ട് നിലനിൽക്കുന്നു. അതേസമയം സെർവിങ് ലൈഫ് എന്ന് പറയുന്ന ടാസ്ക് അവർ ഫുൾഫിൽ ചെയ്യണമെന്ന് സഭ ആവശ്യപ്പെടുകയാണ് നമ്മളോട്. മൂന്നാമതായിട്ടൊന്ന് ചോദിക്കുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അത് സമൂഹത്തിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കുടുംബമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പല മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ BCCകളായാലും നമുക്കുള്ള സാധ്യതകൾ വിനിയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ. നിങ്ങളിപ്പോൾ ഒരു മതബോധന അധ്യാപകരായിട്ട് സേവനം ചെയ്യുന്നതായാൽ പോലും നമ്മളുടെ കുട്ടികള് ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി KCYM-ലേക്കോ ജീസസ് യൂത്തിലേക്ക് വരേണ്ടതാണ്. അപ്പൊ അങ്ങനെ വന്ന് ദേവാലയത്തിലോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. ദേവാലയത്തിലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, വിശ്വാസപരമായ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. ഒരു കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഉൾവലിയുന്ന സ്വഭാവം, മാറി നിൽക്കുന്ന സ്വഭാവം
ആ രീതിയിലേക്ക് സ്വന്തം കുടുംബത്തെ കൊണ്ടുപോകരുത്. കുടുംബങ്ങൾക്കുണ്ടാവേണ്ട ഒരു ബോധമാണ് നമ്മൾ ആ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവരാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും. അപ്പൊ ദേവാലയത്തിലെ ഒരു കാര്യത്തിനായാലും ഒരു മതബോധനം പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒരു BCCയുടെ കാര്യത്തിലായാലും പള്ളി കമ്മിറ്റിയുടെ കാര്യത്തിലായാലും പിന്നെ ഈ പിള്ളേരുടെ ഈ KCUM ആയാലും ജീസസ് യൂത്ത് ആയാലും എൻ്റെ മക്കൾ അതിലൂടെയൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതിൻ്റെ അത് സാധിക്കുന്ന കോൺട്രിബ്യൂഷൻ എല്ലാം നൽകും എന്ന തലത്തിലേക്ക് ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബങ്ങൾക്ക് കിട്ടുക, അത് വളരെ മനോഹരമായിരിക്കും. അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ അവരത് ഓൺ ചെയ്യുന്നു, ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന തലത്തിലേക്ക് കുടുംബങ്ങളായിട്ട് നമ്മൾക്ക് ഇടപെടാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഷെയറിങ് ഇൻ ദ ലൈഫ് ആൻഡ് മിഷൻ ഓഫ് ദ ചർച്ച്, അത് എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കുള്ള ഉത്തരവാദിത്വമാണ്. നമ്മളുടെ ഈ പറയുന്ന സഭയുടെ മിഷന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് അവരുടെ ജീവിതം കൊണ്ടായാലും അവരുടെ നിലപാട് കൊണ്ടായാലും ഓരോ കുടുംബങ്ങളും കുടുംബങ്ങളെന്ന് മാത്രം ഇവിടെ പരിഗണിക്കേണ്ട, ഓരോ വ്യക്തികളും ജ്ഞാനസ്നാന ജലം തലയിൽ വീണു എന്നതിന്റെ കാരണത്താല് സഭയുടെ മിഷന് പങ്കാളികൾ ആകേണ്ടതാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തിലേക്ക്, അതൊരു കുടുംബത്തിന്റെ ടാസ്ക്കാണ്. നമ്മൾ ഈ കുടുംബങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ കുടുംബങ്ങളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഉചിതമായിരിക്കും നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രോഗ്രാംസുകളൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഫെമിലിയാരിസ് കോൺസോർഷ്യോ 4 മേഖലകൾ പറയുന്നു. ഒന്ന്, കുടുംബങ്ങളെ ഈ മിഷൻ ഓഫ് ദ ചർച്ചിൽ പങ്കാളികളാക്കുന്ന രീതിയിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരണം. രണ്ടാമതായിട്ട് ഈ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കുടുംബങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നൽകണം. സെർവിങ് ലൈഫ് ആയിരിക്കണം കുടുംബങ്ങളുടെ ഒരു ടാസ്ക്, അവര് ലൈഫിനെ സെർവ് ചെയ്യുന്നവരായിരിക്കണം. പിന്നെ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് രൂപീകരിച്ച് നിൽക്കുന്നവരായിരിക്കണം. അപ്പൊ അത് 4 ടാസ്കുകളാണ്. പിന്നെ 1-2 മോഡലുകൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഒരു ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നും പറഞ്ഞൊരു സാധനം ഇപ്പോൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ വർക്ക് ചെയ്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബത്തില് മുതിർന്നവരുണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളായിട്ടുള്ളവരുണ്ട്. ഇവര് പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ് ആണ്. ഈ ഫ്രാൻസിസ് പാപ്പ അവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം പോലും എസ്റ്റാബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ വൊക്കേഷൻ നൽകിയ കാര്യമൊക്കെ നല്ല കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നവരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുതെന്നുള്ളത്. അപ്പൊ ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കുടുംബങ്ങളില് നിങ്ങൾക്കത് വളർത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവർ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മളുടെ ഇവിടുത്തെ BCC സംവിധാനങ്ങളും നമ്മളുടെ ഇവിടുത്തെ ഈ കാറ്റക്കിസവും ഒന്നും അവർക്കില്ല. അത് പ്രായോഗികമാകത്തുമില്ല. ഇനി അവിടുത്തെ കോൺട്രസ്റ്റിൽ നമ്മളിവിടെ ഞായറാഴ്ച 1.5 മണിക്കൂർ പിള്ളേരെ വിളിക്കണ പോലെ അവിടെ വിളിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ആൾ വരുന്നില്ല, പിന്നീട് ഇനി കാറ്റഗറീസിന് വരാൻ പോകുന്നത്. അപ്പൊ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കാണ് ഇന്റർ ജനറേഷണൽ ലേണിംഗ്. അതായത് അവര് കുടുംബങ്ങളെ അഡ്രസ് ചെയ്യും, എന്നിട്ട് കുടുംബങ്ങളിൽ ഗ്രാൻഡ് പേരൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, യുവാക്കൾക്ക് മാതാപിതാക്കളെ സ്വാധീനിക്കാവുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയിൽ തന്നെ ഈ ഡിഫറെന്റ് ജനറേഷൻസ് വിശ്വാസം കൈമാറുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നതാണ്. ഈ കോൺടെക്സ്റ്റിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ കാറ്റഗിസത്തിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഒരു പങ്കാളിത്തമൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. അത് വളരെ ഒരു ഉചിതമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. നമ്മുടെ മതബോധനത്തിലൊക്കെ ഒരുപക്ഷെ അവരെയൊക്കെ വിളിച്ചിരുത്തിയ, അല്ലെങ്കിൽ എനിക്കറിയില്ല നമ്മൾ തന്നെ ആലോചിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അവരെ പരിഗണിക്കുന്നത് നല്ലതായിട്ട് എപ്പോഴും. ഒന്നെങ്കിൽ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സെഷൻസ് വരുന്നത്. അപ്പൊ അത് ഫാമിലി കാറ്റഗറീസിന്റെ ഭാഗമായിട്ട് ഫാമിലി കാറ്റഗറീസിന് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന സൺഡേ കാറ്റഗറീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ നമ്മളുടെ ഒരു ഡയറക്ടറി ഉണ്ട്, ഡയറക്ടറി ഫോർ കാറ്റഗറീസ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളുടെ ഡയറക്ടറിന് അറിയപ്പെടുന്നത്. അതിനകത്ത് 3 തലത്തില് ഫാമിലി കാറ്റഗറീസ് നടത്തണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കാറ്റഗറീസ് ഇൻ ദ ഫാമിലി, പിന്നെ ഒന്ന് കാറ്റഗറീസ് വിത്ത് ദ ഫാമിലി, പിന്നെ ഒന്ന് കാറ്റഗറീസ് ഓഫ് ദ ഫാമിലി. ഇൻ ദ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്.
അപ്പൊ അത് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഫാമിലീനെ നമ്മളുടെ മതബോധനവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇൻ ദ ഫാമിലിയിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. നിങ്ങളുടേത് ഗ്രാൻഡ് പേരൻസ് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അവര് കുറെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാ. നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട പ്ലേസ് ഈ പറയുന്ന പേരക്കിടാങ്ങൾ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ മാതാപിതാക്കൾ അത് മനസ്സിലാക്കുന്നില്ല. അവർ കുറെയൊക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാ. അപ്പൊ ഇൻ ദ ഫാമിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാതാപിതാക്കൾ എന്ന രീതിയിൽ, ഗ്രാൻഡ് പേരൻസ് എന്ന രീതിയിൽ, കുട്ടികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയും വിശ്വാസം കൈമാറുന്ന കാര്യത്തിൽ. അപ്പൊ അതിന് നിങ്ങൾ ഈ കുടുംബ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങള്, ഈ ബൈബിള് വായന പോലുള്ള കാര്യങ്ങള്, പിന്നെ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങള്, ഈവൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തീർത്ഥാടനത്തിന് പോകുന്ന കാര്യങ്ങള്, ഇത് മാതാപിതാക്കളോട് ചെയ്യാൻ പറയണം. പിന്നെ ഒരുമിച്ച് പള്ളിയിലൊക്കെ വരാൻ പറയണം. ഒരു പക്ഷേ നമ്മൾക്ക് ഒരു മാസത്തിൽ 4 ഞായറാഴ്ചകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഇവരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് വരാൻ പറയുക. അല്ലെങ്കിൽ ഒരു ചാൻസ് ഒന്ന് ഈ മാതാപിതാക്കളൊക്കെ ഒന്ന് വന്ന് നമ്മളുടെ കാറ്റഗിസം കാണുന്നതിനൊന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെയും ഈ കുടുംബങ്ങളിലേക്ക് പോകുക. ഇത് പരിശീലിപ്പിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ഈ അപ്പൻ എന്ന് പറയുന്ന ആള് കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ പിന്നെ കൊച്ചു വരണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പൊ നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ട് ഈ ഇൻ ദ ഫാമിലി സംഭവിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നടത്തിയെടുക്കണം. അത് നടത്തിയെടുക്കാതെ അവിടുത്തെ ഒരു പർട്ടിക്കുലർ പേഴ്സണായി കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്നുള്ളത്. അപ്പൊ ഇൻ ദ ഫാമിലിയിൽ ചെയ്യാവുന്ന സാധ്യതകൾ ഒന്ന്, ഞായറാഴ്ച ഒരുമിച്ച് ബലിയിൽ വരുന്നത്. ഞായറാഴ്ച വന്നില്ലെങ്കിൽ തന്നെ എല്ലാവരും ഒന്ന് പങ്കെടുത്താലും മതിയാവും. അതെങ്കിലും പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അതിന് പോലും വരാത്ത കുറേ ഉണ്ട്. അപ്പൊ ഞായറാഴ്ചയിൽ വരുന്നത്, ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുന്നത്, ഒരുമിച്ചൊന്ന് വചനം വായിക്കുന്നത്, ഒരുമിച്ച് നിങ്ങൾ വിശുദ്ധരെ തിരുനാളുകൾ, ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് തിരുനാളുകൾ. അപ്പൊ അത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം. തിരുനാളുകൾക്ക് തലേ ദിവസം ഒന്ന്, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ജ്ഞാനസ്നാന തിരുനാൾ എന്ന് പറഞ്ഞൊരു തിരുനാളുണ്ട് നമ്മുടെ കർത്താവ് ശംശിക്കാട. നമ്മളുടെ പിള്ളേരുടെ ഉണ്ടല്ലോ, ജ്ഞാനസ്നാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീയതി അറിയാൻ പാടില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവര് എന്നാണ് ജ്ഞാനസ്നാനം. അപ്പൊ നമ്മൾക്ക് ഞാനൊരു പ്രായോഗിക കാര്യം പറയും. ഈ കർത്താവ് ശംശിക്കാട് ജ്ഞാനസ്നാന തിരുനാളിന്റെ തലേ ദിവസം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കൊടുക്കാം. ഈ ഏറ്റവും വലിയ കോമഡി, നമ്മളിത് ചെയ്യിക്കുമ്പോൾ അമ്മയ്ക്ക് പോലും അറിയാൻ പാടില്ല എന്നാണ് ജ്ഞാനസ്നാന തീയതി എന്ന്. പിന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, അന്ന് തലേ ദിവസം ഫാമിലി ഒരുമിച്ച് കൂടണമെന്ന് പറയണം. എന്നിട്ട് പറയണം കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ജ്ഞാനസ്നാനപ്പെട്ട തീയതി അന്നായിരുന്നു, ഇന്ന ദിവസമാണ് നിങ്ങൾ ജ്ഞാനസ്നാനപ്പെട്ടത്, നാളെ നമ്മളെ കർത്താവ് ശംശിക്കാടെ ജ്ഞാനസ്നാനമാണ്, ഈ ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമ്മൾ സഭാംഗങ്ങളായത്, പിന്നെ ഇന്ന പള്ളിയിലാണ് ജ്ഞാനസ്നാനപ്പെട്ടത്, പിന്നെ ഇന്ന അച്ഛനാണ് നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. ഇത് ഇവര് പറയൂ. ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനന്ന് ഞായറാഴ്ച പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കൊച്ചിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസം ഈ കൊച്ചിന് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു കോപ്പറേഷനിലൂടെ പോയാലേ നമ്മൾ ചെയ്യുന്ന സൺഡേ കാറ്റഗൈസിസ് പോലും ഇഫക്റ്റീവ് ആവുകയുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. അപ്പൊ ഇതുപോലുള്ള തിരുനാളുകളൊക്കെ അവരോട് പറയണം, നിങ്ങൾ ഇൻ ദ ഫാമിലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളത് ചെയ്യണമെന്ന് തന്നെ പറയണം. നമ്മളോട് വിശ്വാസ പ്രമാണം തലകുത്തി കിടന്ന് പഠിപ്പിച്ച്, വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ പഠിപ്പിച്ച് വെറുതെ ഇങ്ങനെ എന്താണ് പറയുക, മെമ്മറൈസ് ചെയ്ത് വെക്കാന്നല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും വരുന്ന കുട്ടിക്കായിരിക്കും നമ്മൾ ഇവിടെ വരുമ്പോൾ വിശ്വാസ പ്രമാണം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു നന്മയുണ്ടാകുക. അപ്പൊ നിങ്ങളത് ഇൻ ദ ഫാമിലിയിൽ കാറ്റഗിസം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇൻ ദ ഫാമിലി നടക്കണമെന്ന്. അപ്പൊ അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ആ സാധ്യതയുണ്ടോ, ആ ഒരു പോസിബിലിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? വേറൊരു സാധനമാണ് വിത്ത് ദ ഫാമിലി. വിത്ത് ദ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, സഭ ഒന്നാകെ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ പിന്നെ ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന കോൺട്രസ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഷ കൂടുതൽ പ്രയോഗിക്കുന്നതാണ്. നമ്മളായിട്ട് അങ്ങോട്ട് പോയി അവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരോട് എങ്ങനെയൊക്കെ അവരിൽ ഈ ബോധ്യം കൊണ്ടുവരാൻ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വർഷത്തിൽ ചിലപ്പോൾ 1-2 സെമിനാറുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ വയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് വയ്ക്കണം. ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് എങ്ങനെയൊക്കെ അവരുമായിട്ട് വിത്ത് ദ ഫാമിലി എങ്ങനെയൊക്കെ ഈ സാധനം ഒന്ന് ഇന്റഗ്രേറ്റ്, അതായത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ളൊരു
പ്ലാറ്റ്ഫോമുകൾ. ഒരുപക്ഷെ നമ്മളുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് മാതാപിതാക്കളെയും കൂടി ഇരുത്തിയാകുന്നതാകാവോ. അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റീസ്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ വിത്ത് ദ ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യണം. വേറൊരെണ്ണമാണ് ഓഫ് ദ ഫാമിലി. നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ചില കുടുംബങ്ങളുണ്ട് ഫാമിലി തന്നെയും കാറ്റഗേസിസ് നടത്തുന്നവര്. അങ്ങനെയും ഉണ്ട് കേട്ടോ മാതാപിതാക്കൾ. അവരെ കുറിച്ച് നമ്മൾ അഭിമാനിക്കണം. ചില മാതാപിതാക്കൾ നമ്മൾ സൺഡേ ക്ലാസ്സിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കുടുംബത്തില് പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈവൻ മിഷന് വേണ്ടി പോലും കുടുംബമായിട്ട് പോകുന്നവരുണ്ട്. നോർത്ത് ഈസ്റ്റിലേക്ക് 1 മാസം പോലും താമസിച്ചു വരുന്നവരൊക്കെ ചിലര് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ചില കുടുംബങ്ങൾ ധ്യാനത്തിനൊക്കെ ഒരുമിച്ച് പോകുന്നവര് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ചില കുടുംബങ്ങൾ ഈ പറയുന്ന ദാനധർമ്മം പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ പോകുന്നത്, പിന്നെ പരിശുദ്ധ ബലിക്ക് ഒരുമിച്ച് വരുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓഫ് ദ ഫാമിലിയാണ്. അപ്പൊ ഈ ഫാമിലി തന്നെയും ഒരു കാറ്റഗേസിസ് നടത്തുന്ന മാതൃകയാകുന്ന തലത്തിലേക്ക് കുടുംബം മാറുന്നത്. അപ്പൊ കാറ്റഗേസിസ് ഇൻ ദ ഫാമിലി, വിത്ത് ദ ഫാമിലി ആൻഡ് ഓഫ് ദ ഫാമിലി. ഇനി നമ്മൾക്ക് ഈ ഫാമിലി കാറ്റഗേസിസിനെ കുറിച്ച് പറയുമ്പോൾ ചർച്ച് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കി പറഞ്ഞിട്ട് കൂടി നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഫാമിലി കാറ്റഗേസിസിനെ കുറിച്ച് പറയുന്നതാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ്സ് കേട്ടാ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ്സ് ഫാമിലി കാറ്റഗേസിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലൂമൻ ജെൻസിയും ഡോക്യുമെന്റ് ഫാമിലി കാറ്റഗേസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗൗദിയും എസ്പസ്. അപ്പോൾ വത്തിക്കാൻ സെക്കൻഡിന്റെ ഈ 2 ഡോക്യുമെന്റുകൾ ഫാമിലി കാറ്റഗേസിസിനെ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. ലൂമൻ ജെൻസിയും കുടുംബത്തെ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാർഗീയ സഭയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന വിശ്വാസം നൂറ്റാണ്ടുകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നു എന്ന അർത്ഥത്തിൽ ലൂമൻ ജെൻസിയും കുടുംബത്തെ വിളിക്കുന്നത് ഗാർഹിക സഭയെന്നാണ്. ഈ പറയുന്ന ഗൗദിയും എസ്പസ് അതിനകത്ത് ഗൗദിയും എസ്പസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, inspired by the example and family prayer of their parents, children, and in fact everyone living under the family roof will more easily set out upon the path of a truly being Christian. ഇപ്പൊ ഗൗദിയും എസ്പസ് പറയുന്നതാണ് ഫാമിലിയിലെ പ്രാർത്ഥനയുടെ ഈ മാതാപിതാക്കളുടെ എക്സാമ്പിൾ കൊണ്ടും എല്ലാം അതിൽ ഇൻസ്പയർഡ് ആയി കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസ പരിശീലനം നടത്തുമെന്നുള്ളത്. അപ്പൊ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ് ഫാമിലിയെ പരിഗണിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഹോളിനെസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്, അത് നിലനിൽക്കണമെങ്കിൽ കുടുംബങ്ങളായിരിക്കണം ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്ന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ് ആയ ലൂമൻ ജെൻസിയും കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ലൂമൻ ജെൻസിയുടെ ഒരു സെൻട്രൽ പാർട്ടായിട്ട് വരുന്നത് ഈ പറയുന്ന ഹോളിനെസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഹോളിനെസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡിന്റെ പിന്നിലേക്കും മുന്നിലേക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സഭ പറയുന്നുണ്ട്. പിന്നിലേക്ക് പറയുന്നത് സഭ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഹയറാർക്കിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പുറത്തേക്ക് പറയുന്ന ഘട്ടത്തില് ഈ ഹോളിനെസ് ജനത്തിൽ നിലനിൽക്കാൻ ഈ ഹയറാർക്കി ഉണ്ടാകണം, അതുണ്ടാകണം, ഇതുണ്ടാകണം എന്ന് പറയുന്ന കൂട്ടത്തില് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കുടുംബങ്ങളുടെ വിശുദ്ധി പ്രധാനമാണെന്നുള്ളതാണ്. ഏത് ഹയറാർക്കി ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ജനത്തിന്റെ വിശുദ്ധി നിലനിൽക്കുകയുള്ളൂ. അപ്പൊ കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യമാണ് ആ ഡോക്യുമെന്റ് എടുത്തു പറയുന്നത്. പിന്നെ ഈ വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒരുപാട് ഡോക്യുമെന്റ്സ് ഫാമിലി കാറ്റഗസിസിനെ കുറിച്ച് ഒരുപാട് ഡോക്യുമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റ് ആണ് ഇവാഞ്ചലി നൂൻഷ്യാന്തി എന്ന് പറയും. ആ ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്നത് പോൾ ആറാമൻ മാർപ്പാപ്പ ഇറക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഈ പറയുന്ന വത്തിക്കാൻ കൗൺസില് കുടുംബത്തെ ഡൊമസ്റ്റിക് ചർച്ച് എന്ന് വിളിച്ചതുപോലെ തന്നെ ഈ പോൾ ആറാമൻ മാർപ്പാപ്പ കുടുംബത്തെ ഈ ഡോക്യുമെന്റിൽ ഇവാഞ്ചലി നൂൻഷ്യാന്തിയിൽ വീണ്ടും എംഫസൈസ് ചെയ്യുന്നു. കുടുംബം ഒരു ഡൊമസ്റ്റിക് ചർച്ച് തന്നെയാണ്. കുടുംബം ഒരു പ്ലേസ് ആണ്. അവിടെയാണ് ഈ പറയുന്ന സുവിശേഷം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതും സുവിശേഷം മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറുന്നതുമെന്ന് ഈ പറയുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. അപ്പൊ ഇവാഞ്ചലി നൂൻഷ്യാന്തി ഫാമിലി കാറ്റഗസിനെ കുറിച്ച് പറയുന്നു. സഭയെ പോലെ തന്നെ സുവിശേഷം ജീവിക്കപ്പെടേണ്ടതും സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും സുവിശേഷം മറ്റുള്ളവർക്ക് പ്രകാശമാകേണ്ടതുമായ ഇടമാണ്
ഫാമിലി എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇത് ഈ ഡോക്യുമെന്റ് ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഈ ഡോക്യുമെന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിലധികമായിട്ട് ഈ ഫാമിലി കാറ്റഗൈസിസിനെ അവർ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആയിരുന്നു ഫെമിലിയാരിസ് കോൺസോർഷ്യം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്. ഇതിനെയാണ് മാഗ്ന കാർത്ത എന്നാണ് വിളിക്കുന്നത്, ഫാമിലി കാറ്റഗൈസിസിന്റെ. അതായത് ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ച് നമ്മൾ പഠിച്ച് ഇന്ന് കേട്ട സ്ഥിതിക്ക് മറന്നു പോകേണ്ടതല്ലാത്തൊരു ഡോക്യുമെന്റിന്റെ പേരാണ് ഫെമിലിയാരിസ് കോൺസോർഷ്യോ. അതാണ് ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ചുള്ള ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ്. അപ്പൊ അതിനകത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയാണ് ഈ ഡോക്യുമെന്റ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങളുടെ ഒരു പാപ്പയായിരുന്നു. വളരെ അധികമായിട്ട് കുടുംബങ്ങൾക്ക് പേഴ്സണലായിട്ട് ലെറ്റർ വരെ എഴുതിയിട്ടുള്ള ഒരു പാപ്പയായിരുന്നു. അപ്പൊ ആ ഒരു ഡോക്യുമെന്റിൽ വളരെ അധികമായിട്ട് ഈ വിവാഹത്തെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും പാപ്പ വളരെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു 4 ടാസ്ക് ഇല്ലേ, ആ 4 ടാസ്ക് ഈ ഡോക്യുമെന്റിലാണ് പറയുന്നത്. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പറയുന്നത്. ഈ 4 ടാസ്കുകൾ കുടുംബങ്ങൾ ചെയ്യണമെന്ന്. അപ്പൊ ഫെമിലിയാരിസ് കോൺസോർഷ്യോ ഫാമിലി കാറ്റഗൈസിസിൽ വളരെ എടുത്തു പറയുന്ന ഒരു ഡോക്യുമെന്റ്. മറ്റൊരെണ്ണമാണ് അഡൾട്ട് കാറ്റഗൈസിസ് ഇൻ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ കാറ്റഗൈസിസ് എന്നും പറഞ്ഞ് നമുക്കൊരു ബോഡി ഉണ്ട്. അപ്പൊ അവര് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അഡൾട്ട് കാറ്റഗൈസിസ് ഇൻ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മറ്റൊരു ഡോക്യുമെന്റും ഫാമിലിയാണ് ദ മേജർ കോണ്ടസ്റ്റ് ആയിട്ട് കാണുന്നത്. കാറ്റഗൈസിസിന്റെ വിശ്വാസ പരിശീലനത്തിന്റെ മേജർ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പൊ നമ്മൾ എന്തുമാത്രം സമയം ചെലവഴിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് ആ ഒരു ക്രിട്ടിക്കൽ ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. കുടുംബമാണ് ദ ബെസ്റ്റ് കോണ്ടസ്റ്റ് അല്ലെങ്കിൽ പ്ലേസ് വിശ്വാസ പരിശീലനം നടക്കേണ്ടതെന്ന് പല ഡോക്യുമെന്റുകൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തുമാത്രം സമയം നമ്മൾ ഇവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചില് 10 കൽപ്പനകളെ കുറിച്ച് പറയുന്ന ഘട്ടത്തില് 4ാമത്തെ കൽപ്പനയെ അനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ക്യാനൻ ലോ നമ്മളുടെ കുടുംബങ്ങളെ കുറിച്ച് പറയുന്ന കാര്യവും നമ്മളുടെ സഭ കുടുംബങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞ അവര് വിവാഹത്തെക്കുറിച്ചുള്ള നിയമങ്ങളുടെ കാര്യങ്ങളും മറ്റും മാതാപിതാക്കളോട് കാണിക്കേണ്ടതും എല്ലാം ഒക്കെ വിശദമായിട്ട് പറയുന്ന ഒരു ഏരിയ തന്നെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലുണ്ട്. അപ്പൊ പേരൻസിനാണ് പ്രൈം റെസ്പോൺസിബിലിറ്റി എന്നാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ മാതാപിതാക്കളെ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ. അത് പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമുണ്ട്. കാര്യം കുറെ പേരുടെ വിചാരം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതെന്നാ. ആദ്യ ഉത്തരവാദിത്തം അവർ വിചാരിക്കുന്നത് അച്ഛന്റെ ആണെന്നാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആണെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ കൊച്ചിന് വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലെങ്കിൽ അവർ വിചാരം അച്ഛനെന്തോ കുഴപ്പമില്ലെന്ന് അവർ വിചാരം. അവരുടെ കൊച്ചു വിശ്വാസപ്രമാണം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റഗിസം ടെസ്റ്റിലില്ലെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, നമ്മുടെ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദികൾ. നിങ്ങളാണ് പ്രോമിസ് എടുത്ത് ഈ കുടുംബം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് അറിയത്തില്ല. ഇത് പിന്നെ കല്യാണ സമയത്ത് ഇത് പറയുന്നുണ്ട്. അതൊന്നും കാണാതെ പഠിച്ചൊന്നുമല്ല പറയുന്നത്. കാണാതെ പഠിച്ച് പറയാൻ പറഞ്ഞാൽ തലകറങ്ങി താഴത്ത് വിടുക ഒട്ടുമിക്കതും. അത് കാരണം മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത് പോലും ബോധമില്ല. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ അതിന് വേറൊരെണ്ണമാണ് ജനറൽ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ്. മറ്റൊരു ഡോക്യുമെന്റ് ആണ് അത്, ജനറൽ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ്. ഇത് നമ്മൾ ഡയറക്ടറിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ കാറ്റഗൈസിസ് ഒന്ന് പരിചയപ്പെടും. അത് നമ്മൾക്കുണ്ട്. കാറ്റഗൈസിസിനെ കുറിച്ച് ഉണ്ടായിരുന്ന സഭയുടെ ഡയറക്ടറികളിൽ ഒന്നാണിത്. അപ്പൊ ഈ ഡോക്യുമെന്റ് ഈ ലൂമൻ ജെൻസിയും ആവർത്തിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ ഡയറക്ടറിയൊക്കെ കത്തോലിക്ക സഭയുടെ ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ ലൂമൻ ജെൻസിയുമിലും വത്തിക്കാൻ കൗൺസിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അവർ ജനറൽ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് ചർച്ചാണ് കുടുംബം, അതിലൂടെയാണ് മറ്റേ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ കുടുംബങ്ങളെ പരിഗണിക്കണമെന്നുള്ള കാര്യം ഈ പറയുന്ന ജനറൽ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വേരിയസ് മൂമെന്റ്സ് ഓഫ് ലൈഫ് വരുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ഈ ഡോക്യുമെന്റ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഈ കൊറോണ ടൈം ഒക്കെ ഉണ്ടായിരുന്നല്ല, ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ ഡോക്യുമെന്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഏത് ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. അവരത് പറയാൻ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ എത്ര വേഴ്സായെന്ന് പറഞ്ഞാലും വിശ്വാസ കൈമാറ്റം നമുക്ക് കൃത്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ഡോക്യുമെന്റ് ആണ് ഇവാഞ്ചലി ഗൗഡിയം. അത് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയിരിക്കുന്ന ഫാമിലീസിന് വേണ്ടിയുള്ള ഒരു സിനഡിന് ശേഷം വന്ന ഒരു പോസ്റ്റ് അപ്പോസ്റ്റലിക് ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഫ്രാൻസിസ് പാപ്പ കോറായിട്ട് എടുത്ത് പറയുന്നത് വാക്ക് തന്നെ അതാണ്,
സുവിശേഷത്തിന്റെ ആനന്ദം എന്നുള്ള ഡോക്യുമെന്റ് മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുവിശേഷത്തിന്റെ ആനന്ദം എന്നുള്ളത്. അപ്പൊ ആനന്ദം കണ്ടെത്താനായിട്ട് ഫാമിലീസിനെ നമ്മൾ സഹായിക്കണം. ആനന്ദത്തോടു കൂടി സുവിശേഷം ജീവിക്കുന്ന ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറണമെന്നുള്ളത്. അപ്പൊ ഈ മാതാപിതാക്കളെ അക്കമ്പനിമെന്റ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത്. അവര് പിള്ളേരെ അക്കമ്പനി ചെയ്യുന്നവരായിരിക്കണം, സഭ അവരെ അക്കമ്പനി ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ അവരെ അക്കമ്പനി ചെയ്തും അവരുടെ പിള്ളേരെ അക്കമ്പനി ചെയ്തും വിശ്വാസം കൈമാറുന്ന ഒരു സാധ്യത നിലനിർത്തണമെന്നുള്ളതാണ് ആ ഡോക്യുമെന്റിൽ എടുത്തു പറയുന്നത്. പിന്നെ ഒരെണ്ണമാണ് ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് എ പിൽഗ്രിം പീപ്പിൾ. ഇത് നമ്മളുടെ ഇന്ത്യൻ ചർച്ചിന്റെ ഡയറക്ടറിയാണ് കേട്ടോ. ഇന്ത്യൻ ചർച്ചിന്റെ ഡയറക്ടറുടെ പേരാണിത്, ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് എ പിൽഗ്രിം പീപ്പിൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഡയറക്ടറിയും കത്തോലിക്ക സഭ ഇറക്കുമ്പോൾ സഭ പറയും ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്, ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കോൺട്രസ്റ്റിനനുസരിച്ച് ഡയറക്ടറി ഉണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ നമ്മൾക്കുണ്ടായിരിക്കുന്ന നമ്മളുടെ ഡോക്യുമെന്റ് ആണ് ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് എ പിൽഗ്രിം പീപ്പിൾ. അപ്പോൾ ഒബ്വിയസ്ലി ആ ഡോക്യുമെന്റിൽ ഈ പറയുന്ന ഡയറക്ടറിയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ഒരു സെപ്പറേറ്റ് പാർട്ട് തന്നെ ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ച് നമ്മളുടെ ഇന്ത്യയുടെ ഡയറക്ടറി ആയ ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് എ പിൽഗ്രിം പീപ്പിളിലും ഉണ്ട്. ഇനി നമ്മളുടെ ഈ കത്തോലിക്ക സഭയുടെ ജനറൽ ഡയറക്ടറിയിലുണ്ടല്ലോ സൺഡേ കാറ്റഗൈസിസ് എന്ന് പറഞ്ഞൊരു വാക്കില്ല കേട്ടാ. അതിനകത്ത് കൂടുതലും അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഫാമിലി കാറ്റഗൈസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് എ പിൽഗ്രിം പീപ്പിളിൽ സൺഡേ കാറ്റഗൈസിസ് ഒക്കെ ഉണ്ട്. കാര്യം നമ്മൾക്ക് ഈ സൺഡേ കാറ്റഗൈസിസ് ഇന്ത്യൻ കോൺട്രസ്റ്റിലാണ് അധികമായിട്ട് ഉള്ളത്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അമോറിസ് ലത്തീസിയ. അത് പോപ്പ് ഫ്രാൻസിസിന്റെ തന്നെയും ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റസ് ഉണ്ടല്ലോ, അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ ആണ്. കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു ഡോക്യുമെന്റ് ആണ് ഇത്. എക്സ്ക്ലൂസീവ്ലി കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ വൂണ്ടഡ് ആയ ഫാമിലീസിനെയൊക്കെ നമ്മൾ പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞതും അവർക്ക് കമ്മ്യൂണിയൻ കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലുള്ള കാര്യങ്ങൾ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നൊക്കെ അത് പല സമയത്തും വിവാദമായതൊക്കെ നമുക്കറിയാവുന്നത്. അത് ഈ ഡോക്യുമെന്റിലാണ് പറയുന്നത്. അപ്പൊ ഫാമിലിയെ കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അമോറിസ് ലത്തീസിയ. അതിന്റെ 6ാമത്തെ ചാപ്റ്ററൊക്കെ എല്ലാ കുടുംബങ്ങളും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഡോക്യുമെന്റ് ക്രിസ്തുസ് വിവിത്ത് നിർത്തിയേക്കുന്നത്, ഈ 2 കൂടി കൊണ്ട് നമ്മൾ നിർത്തിയേക്കാം. ക്രിസ്തുസ് വിവിത്ത് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഇറങ്ങിയായിരുന്നു. അത് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. യുവാക്കൾക്ക് വേണ്ടിയുള്ള സിനഡിന് ശേഷം ഇറങ്ങിയ ഡോക്യുമെന്റിന്റെ പേരാണ് ക്രിസ്തുസ് വിവിത്ത്. ആ ക്രിസ്തുസ് വിവിത്തിലും ഈ പറയുന്ന കെയർ ഓഫ് പേരൻസ്, ലവ് ഓഫ് പേരൻസ്, അത് ഫ്രാൻസിസ് പാപ്പ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഈ യുവാക്കളും അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബോണ്ടും കുട്ടികളും മാതാപിതാക്കളുമായിട്ടുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കണമെന്ന് എടുത്തു പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ക്രിസ്തുസ് വിവിത്ത്. ആ അർത്ഥത്തിൽ ഫാമിലി കാറ്റഗൈസിസിനെ കുറിച്ച് ക്രിസ്തുസ് വിവിത്തും പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ ഡയറക്ടറി എന്ന് പറയുന്നതിന്റെ പേര് ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലെന്തോ. ഈ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസിൽ ഒരു പാർട്ട് തന്നെയും ഫാമിലി കാറ്റഗൈസിസിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇതുവരെയും സഭ പറഞ്ഞ കാര്യങ്ങളും ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും ആ ഒരു ഡയറക്ടറിയിൽ വരുന്നുണ്ട്, ഒരു പാർട്ട്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറയാം, നമ്മൾക്ക് കുറെ അധികമായിട്ട് ഡോക്യുമെന്റ്സുകൾ ഉണ്ട് ഫാമിലി കാറ്റഗൈസിനെ കുറിച്ച് പറയുന്നത്. അത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിലുപരിയായിട്ട് വിശുദ്ധ ഗ്രന്ഥം ഫാമിലിക്ക് വളരെ പ്രാധാന്യം കൊടുത്താണ് പറയുന്നത്. പിന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇൻ ദ കാറ്റഗൈസിസ് ഇൻ ദ ഫാമിലി, വിത്ത് ദ ഫാമിലി, ഓഫ് ദ ഫാമിലി. പിന്നെ കാറ്റഗൈസിസ് അവരുമായിട്ട് ചെയ്യുമ്പോൾ അവരെ ഈ പറയുന്ന ടാസ്കുകൾ അവർ പൂർത്തീകരിക്കുന്നു എന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവരിക. അങ്ങനെയുള്ള കുറച്ച് ഗൈഡ് ലൈൻസുകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ആഫ്റ്റർ ഓൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇൻ ഷോർട്ട്, ഫാമിലി കാറ്റഗൈസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കോണ്ടസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ കാറ്റഗൈസിസിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ താങ്ക് യു, ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു 5 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ എനിക്കൊരു സജഷൻ നിങ്ങളോടുള്ളത്, ഞാൻ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് 6 വയസ്സിന് മുൻപിലേക്കുള്ളതും പിന്നെ ഈ പറയുന്ന 12ാം ക്ലാസ്സിന് ശേഷമുള്ളത്. അപ്പൊ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് സഭയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നടത്താവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു നല്ല സാധനമായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് തന്നെ. അതെ, ഗാർഗീയ സഭ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ലൂമൻ ജോൺസൺ കൃത്യമായിട്ട് അതിനെ വിളിക്കുന്നുണ്ട്, ഗാർഗീയ സഭ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കുടുംബത്തെ. നമുക്കിപ്പോ നിലവിൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞ 6ാം ക്ലാസ് വരെ 6ാം വയസ്സ് വരെ എന്നുള്ള ഒരു തീം പറഞ്ഞു. നമുക്കിപ്പോ മിക്ക രൂപതകളിലും സൺഡേ സ്കൂളുകളിൽ KG ക്ലാസ് നടത്താറുണ്ട്. KG ക്ലാസ്സിലും
ആ ആ ആ ആ. അതൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. അച്ഛന്റെ നോട്ട്സ് അച്ഛൻ ഷെയർ ചെയ്യാനായിട്ട് അത് തരാം. ഞാൻ ഈ കോപ്പി. ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഇംഗ്ലീഷ് വേർഷൻ എന്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പൊ ഞാനത് അച്ഛന് നമ്മുടെ മാത്യൂസിന് ഇട്ട് കൊടുത്തോളാം ഞാൻ. ഓക്കെ അച്ഛാ, ഓക്കെ. അപ്പൊ അതിനകത്തെല്ലാം ഈ ഫുട് നോട്ടും ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. അതൊക്കെ എല്ലാം സഭയുടെ ഡോക്യുമെന്റുകളാണ്. അപ്പൊ പിന്നെ നോക്കാവുന്നതാണ്. കാനോൻ നിയമങ്ങൾ യുവജന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം വന്നല്ലേ. അത് നല്ലതാണ്. കാനോൻ നിയമങ്ങൾ ഉൾപ്പെടുത്തുന്നതല്ല, പ്രത്യേകിച്ച് വിവാഹത്തെ കുറിച്ചുള്ള കാനോൻ നിയമങ്ങൾ ഉൾപ്പെടുത്തുന്ന അത് നല്ലതായിരിക്കും. ആരെങ്കിലും ചോദിച്ചാണോ? ഞാൻ കണ്ടില്ലത്. അതെ അതെ അതെ, ഒരു ചോദ്യമാണ് കാനോൻ നിയമങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. വിവാഹത്തെ കുറിച്ചുള്ള പ്രത്യേകിച്ച് കാനോൻ നിയമങ്ങൾ ഉൾപ്പെടുന്നത് നല്ലതാണ്. കാര്യം പിള്ളേരെല്ലാം ചെന്ന് ഓരോന്ന് ചെയ്ത് വിജയിച്ച് വേണം അവസാനം നിയമം അന്വേഷിക്കുന്നത്. അതെ, ആ രണ്ട് ഡിസ്പാരിറ്റി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണത്. അതെ, മാതാപിതാക്കൾ തന്നെ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് കുഞ്ഞുമക്കളെ വഴി നടത്താൻ സാധിക്കും? കാറ്റഗിസം അനുഭവത്തിൽ നിന്നാണ് ചോദിച്ചു പോകുന്നത്. മാതാപിതാക്കൾ മാറി നിൽക്കുന്നത് അല്ലേ? അവര് മാറി നിൽക്കാൻ പാടില്ല. അതാണ് ഇവര് കാര്യം അവരുടെ ഉത്തരവാദിത്വമാണ് ഇതെന്ന് നമ്മൾ കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നേരെ യൂട്ടേൺ അടിച്ചിരിക്കുക. അവരുടെ വിചാരം ഇപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം. പക്ഷെ നമ്മൾ ഈ സൺഡേ കാറ്റഗിസവും ഇതെല്ലാം അവരെ സഹായിക്കാനായിട്ടുള്ള നമ്മളുടെ സംവിധാനങ്ങളാണ്. അപ്പൊ അവര് മാറി നിൽക്കാൻ പാടില്ല. സത്യത്തില് അവര് ഒരു ബോധ്യത്തിലേക്ക് വരണം. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവര് ചെയ്യേണ്ട ഉത്തരവാദിത്വം സഭ ഏറ്റവും ഇഫക്റ്റീവ് ആകാൻ വേണ്ടി അവരെ സഹായിക്കാനായിട്ടാണ് ഇതെന്നുള്ള ബോധ്യത്തിലേക്ക് സത്യം നമ്മൾ അവരെ കൊണ്ടുവരണം. അവര് മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു കാറ്റഗൈസ് നടക്കുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളതാണ്, അധ്യാപകര്, അച്ഛൻ, മാതാപിതാക്കള്, ഇവര് മൂന്നുപേരും കൈകോർത്ത് നിന്നില്ലെങ്കിൽ പിന്നെ ഇത് സ്മൂത്ത് ആവത്തില്ല. ഇത് അവര് പോവാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് അവർക്ക് ആ ബോധ്യം കൊടുക്കണം, അവരാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. കാര്യം ഇത് ഞാൻ പറയുന്നില്ല, നമ്മുടെ സഭയുടെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറയുന്നത് അവരാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങള്. പിന്നെ ആ ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സഭ സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളോട്. Culture is increasing day by day, but as you say, if it goes like this, will be seriously affect our catechism. But we can't completely neglect this phenomenon. Therefore, how can we manage this? അതാണ് നമ്മളിത് ഒന്നാമത്തേത് നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇതിന്റെ ഒരു ഈ കാനലിലോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അത് നല്ലതായിരിക്കും ഇപ്പോഴും. അത് കാര്യം ഇത് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പലപ്പോഴും ഇത് ഇപ്പൊ ഈ ഡിസ്പാരിറ്റി ഓഫ് കൾച്ചറിനെ പോലും പ്രിവിലേജ് ആയിട്ടാണ് നമ്മളെ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമം സഭയിലുണ്ടല്ല, എന്തുകൊണ്ട് പ്രയോഗിച്ചുകൂടാ? പക്ഷെ അതല്ല അതിന്റെ ഒരു സ്പിരിറ്റ്. നമ്മൾ ഈ ഗതികേട് കൊണ്ടുവന്ന ഒരു നിയമമാണ് അതെന്നുള്ള ബോധ്യത്തിലേക്കൊന്നും പിള്ളേർ വരുന്ന പോലുമില്ല. അതുകൊണ്ട് ഇനി ആരും നേരത്തെ സജസ്റ്റ് ചെയ്തതുപോലെ ഈ പറയുന്ന 12ാം ക്ലാസ്സുകാർക്കൊക്കെ ഈ കാനലിലോ, എനിക്കറിയില്ല അവര് അത് ഗ്രഹിക്കുമോ, പക്ഷെ എന്നാലും അത് കഴിഞ്ഞുള്ളവർക്ക് ഈ കാനലിലോ പഠിപ്പിക്കുന്നത് നല്ലതാണത്. മൂന്നാമത്തെ തലമുറ അവര് നമ്മൾക്ക് അധികം പരിചയമില്ല, സാധാരണക്കാരായിരുന്നു. പക്ഷെ ആ സാധാരണക്കാരിലൂടെ ദൈവം വീണ്ടും തന്റെ മഹത്വം റീഗെയിൻ ചെയ്യുന്നതാണ്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി തലമുറ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. ആദ്യത്തെ തലമുറയും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. അവർക്ക് സമ്പത്തോ അധികാരമോ ഒന്നുമില്ലായിരുന്നു. അവരിലൂടെ ദൈവത്തിന്റെ മഹത്വം സ്ഥാപിച്ചു. പക്ഷെ രണ്ടാമത്തെ കാറ്റഗറിയിലെ തലമുറ എന്ന് പറയുന്നത് രാജാക്കന്മാരും ഇവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരെല്ലാം കൊണ്ട് നഷ്ടപ്പെടുത്തി കുടുംബങ്ങളിൽ വന്ന അധപ്പതനം മൂലം. മൂന്നാമത്തെ തലമുറയിലുള്ളവരും സാധാരണ മനുഷ്യരായിരുന്നു. സമ്പത്തും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നവരല്ല. പക്ഷെ ആ സാധാരണക്കാരിലൂടെ ദൈവം വീണ്ടും തന്നെ മഹത്വം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നസ്രത്തിലെത്തിയ ഒരു കുടുംബം എന്നുള്ളത്. അപ്പൊ ദൈവം കുടുംബത്തെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു കുടുംബത്തെയും ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നതും. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് കേട്ടാ. 6-7 ക്ലാസ്സുകളിൽ തന്നെ വിവാഹം സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ എന്ന ബോധ്യം നൽകണം. സോളമന്റെ പതനം എപ്രകാരം സംഭവിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. അച്ഛന്റെ അഭിപ്രായം എന്താണ്? അത് ചെയ്യണം. കാര്യം നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ലെന്നേ. പിള്ളേര് സംസാരം നമ്മൾ കൊടുത്താൽ അത് ശരി, അത് ഉൾപ്പെടുത്തണം നമ്മൾ. ഈ വിവാഹം എപ്പോഴും ഒരു ദൈവവിളിയാണല്ലോ. ആ ദൈവവിളിയിലേക്ക് ഒരുങ്ങിയല്ലാതെ പോകരുത്. അവർ ഒരുങ്ങി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചേ പറ്റൂ.
അപ്പൊ അത് ഉൾപ്പെടുത്തണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 12ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് കൺഫേംഡ് ആയി അച്ഛന് പോകേണ്ടവൻ അച്ഛൻ പഠനത്തിന് പോകും, അല്ലെങ്കിൽ കന്യാസ്ത്രീക്ക് പോകേണ്ടവൻ കന്യാസ്ത്രീ പഠനത്തിന് പോകും. പക്ഷെ 98% ഇതിന് പോകാതെ അവിടെ നിൽക്കുന്നവരുടെ മുമ്പിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിവാഹമാണ്. അപ്പൊ അത് പഠിപ്പിച്ചിരിക്കണം അത് കൃത്യമായിട്ട്. അപ്പൊ ആ കൂദാശ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, ആ കൂദാശയുടെ കുറിച്ചുള്ള സഭയ്ക്ക് എന്തൊക്കെ നിയമങ്ങളാ ഉള്ളത്, എന്തൊക്കെ കാഴ്ചപ്പാടുകളാ ഉള്ളത്, അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ശരിയാണ്. ഈ ഹയർ എഡ്യൂക്കേഷന് കമ്മ്യൂണിക്കോട്ട് ലഭിക്കുന്നതിന് വേണ്ടി വരുന്നതാണ് മതബോധന ക്ലാസ്സുകളിൽ വരുന്നതെന്ന് തുറന്നു പറയുന്ന രക്ഷകർത്താക്കളെ കണ്ടിട്ടുണ്ട്. ഈ മനോഭാവം മാറാൻ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതെ അതെ, മറ്റേ ഇത് കമ്മ്യൂണിറ്റി കോട്ട് കിട്ടാൻ വേണ്ടി മതബോധനത്തിന് വരുന്നത് അങ്ങനെ കാണുന്നവര്. നമ്മൾക്ക് ഇത് തന്നെ, നമ്മൾ ഈ ഫാമിലിയുമായിട്ട് നമ്മൾ ഇത് ഇടപഴകിയേ പറ്റൂ. ഒരുപക്ഷെ നമ്മുടെ സെമിനാറുകളിലൊക്കെ അവരോട് ഈ ടോപ്പിക്കുകൾ ഒന്ന് സംസാരിക്കാൻ പറയുക. സെമിനാർ വർഷപ്പോൾ വിളിച്ചാൽ വരത്തില്ലേ നിങ്ങൾ? ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടി മതബോധനത്തിന് വിടുന്ന മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും പള്ളി കണ്ടില്ല മാതാപിതാക്കൾക്ക് വേണ്ടി സെമിനാർ വെച്ചാൽ പോലും. അപ്പൊ വർഷത്തില് 1-2 സെമിനാർ കാറ്റഗിസത്തിന്റെ ഭാഗമായിട്ട് ഇവർക്കുള്ളത് നല്ലതാണ്. ആ സമയത്ത് ഇതൊക്കെ ഒന്ന് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്ക് കിട്ടുമത്. അല്ലെങ്കിൽ മതബോധന വാർഷികത്തിന്റെ സമയത്തൊന്ന് പൊതുവായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾക്ക് മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അതിലുപരിയായിട്ട് ഈ പറയുന്ന മാരേജ് കോഴ്സ് എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സാധനത്തിന് പകരം അവരെ ഈ വിവാഹത്തിലേക്ക് ഒരുക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചേ വിടണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ വരത്തില്ലായിരിക്കാം. അപ്പൊ ആ മാരേജിന്റെ ഒരുക്കമായിട്ട് ഈ പറയുന്ന കാറ്റഗിസത്തിനോടുള്ള അവരുടെ ഉത്തരവാദിത്വം എല്ലാം ഒക്കെ ഒരു ലോങ് ടൈം കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 3 ദിവസത്തെ സ്ഥാനത്തിലല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. 12ാം ക്ലാസ് കഴിഞ്ഞാൽ വിവാഹം വരെയും അവർ എത്തിപ്പെടുന്നത് വരെയും നമ്മൾ, അതുകൊണ്ടാണ് ഈ ക്രിസ്തുസ് വിവിധത്തിലുണ്ടല്ലോ ഈ ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട്, അക്കമ്പനിമെന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സഭ ഉപയോഗിക്കുന്നത്. ഈ അക്കമ്പനിമെന്റ് സഭ ഉദ്ദേശിക്കുന്നത് മരണം വരെ നമുക്ക് കൂടെ ഇങ്ങനെ നടന്ന് ചുമ്മാ സ്പൂൺ ഫീഡിങ് വെച്ച് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് മാരേജ് വരെയെങ്കിലും അക്കമ്പനി ചെയ്യണം. അക്കമ്പനി ചെയ്യുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് അവരെടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കണം. അവർ മാരേജ് ചെയ്യുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നവരായിരിക്കണം. അവരുടെ കുടുംബത്തിൽ വരുന്ന പിള്ളേരെ സഭ ആഗ്രഹിക്കുന്ന പോലെ വളർത്താൻ പറ്റുന്നവരായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഡിഫിക്കൽട്ടാണ് ഭയങ്കര. നമുക്കിങ്ങനെ പറയാവുന്നതല്ലെങ്കിലും 12ാം ക്ലാസ് കഴിഞ്ഞ് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് അവരോടൊപ്പം നടന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ വിവാഹം എന്നുള്ള കൂദാശയിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കേണ്ടത് സഭയാണ്. എത്തിച്ചു കൊടുക്കണം അവരെ. അതിന് പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ 3 ദിവസത്തെ മാരേജ് കോഴ്സ് അല്ലാതെ ലോങ് ടേം പ്രോഗ്രാം സഭയ്ക്ക് ഉണ്ടായാൽ വലിയൊരു ഇമ്പാക്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഇടയിൽ. ഫിലോമിന സൈമൺ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, വിശ്വാസ പരിശീലകരെ, ഇന്നിവിടെ നമുക്ക് വേണ്ടി കുടുംബ വിശ്വാസ പരിശീലനം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ അതേ രീതിയിൽ സിമ്പിളായിട്ടും വളരെയധികം ലളിതമായിട്ടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഫാദർ സൈറസ് തോമസ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ നമുക്ക് കുടുംബ വിശ്വാസ പരിശീലനം എന്താണെന്ന് പറഞ്ഞു തന്നു. കുടുംബത്തിലാണ് ആദ്യം വിശ്വാസ പരിശീലനം നടത്തേണ്ടത് എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നു പോകേണ്ടതാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ കുടുംബ വിശ്വാസ പരിശീലനം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. അതിലൂടെ കടന്നുപോയാൽ മാത്രമേ വിശ്വാസത്തിന്റെ ബേസ് വളരെയധികം സ്ട്രോങ് ആകാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇസ്രായേലിന്റെ വളർച്ചയും തളർച്ചയും അവരുടെ കുടുംബത്തിലുള്ള വിശ്വാസത്തെ അധിഷ്ഠിതമാണെന്ന് നമുക്ക് ബോധവൽക്കരണം നടത്തി. പിന്നെ മതബോധന ക്ലാസ്സുകളിൽ 6 വയസ്സ് വരെയും പിന്നെ 12ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു വലിയൊരു ഗ്യാപ്പ്, അത് എങ്ങനെയാണ് സഭയിൽ അത് ഫില്ല് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി അച്ഛൻ ഉയർത്തി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മതബോധന അധ്യാപകർ എന്നുള്ള രീതിയിൽ ആ ഒരു ഗ്യാപ്പ് എങ്ങനെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പിന്നെ അച്ഛൻ ഫാമിലി കാറ്റഗിസത്തിന്റെ ഭാഗമായിട്ടുള്ള ടാസ്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ്, സെർവിംഗ് ലൈഫ്, participating in the development of the society, and also contributing to the
മിഷൻ കോൺട്രിബ്യൂഷൻ ടു ദി ചർച്ച്. അതെല്ലാം അച്ഛൻ വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാമിലി കാറ്റഗിസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഫെമിലിയാറിസ് കൺസോഷ്യ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഡോക്യുമെന്റിനെ കുറിച്ചും അച്ഛൻ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നു. നമുക്ക് ബേസിക്കലി ഈ ഒരു ഫാമിലി കാറ്റഗിസം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ അന്യമതത്തിലുള്ള ആൾക്കാരുമായിട്ട് വിവാഹവും പല കാര്യങ്ങളും നമുക്കത് വളരെ കാഷ്വൽ ആയിട്ട് കേൾക്കുമ്പോഴും യേശുവിനോട് നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട് എന്നത് അതില് മാറ്റർ ആണെന്നാണ് ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുള്ളത്. അപ്പം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റിവെക്കാൻ നമ്മുടെ യുവജനങ്ങൾ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇത്രയും കുറെ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ അച്ഛൻ നമുക്ക് സഭ ഒരു കുടുംബം എന്നൊരു ഡൊമസ്റ്റിക് ചർച്ചാണ്, അതുവഴിയാണ് വിശ്വാസ കൈമാറ്റം നടത്തേണ്ടത് എന്നും അച്ഛൻ പറഞ്ഞു തന്നു. ഫൈനലി അച്ഛൻ കൺക്ലൂഡ് ചെയ്തത് ഫാമിലി കാറ്റഗിസം ഈസ് ഇൻ ദ ഫാമിലി, ഓഫ് ദ ഫാമിലി ആൻഡ് ബൈ ദ ഫാമിലി. അപ്പൊ ആ രീതിയിൽ അച്ഛൻ വളരെ നല്ല രീതിക്ക് നമുക്ക് ആത്മായരായ വിശ്വാസം പഠിപ്പിക്കുന്ന നമുക്ക് വളരെ നല്ല രീതിക്ക് ക്ലാസ് നടത്തി തന്നതിന് ഈ ഒരു ഈ ഒരു സംഘാടകരുടെ പേരില് അച്ഛനെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്ന ദൈവം അച്ഛനെ സമർത്ഥമായി അനുഗ്രഹിക്കും. അച്ഛന്റെ ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ നമുക്ക് ക്ലോസ് ചെയ്യാം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിചാരിക്കട്ടെ. എല്ലാവർക്കും വളരെ നന്ദി കേട്ടാ. താങ്ക് യു. അപ്പൊ ഇനി കാണാം.